ഓക്കെ, താങ്ക് യു സുഷിത. വളരെ മനോഹരമായിട്ട് വളരെ പവർഫുള്ളായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏകദേശം 66 പേരായി. നിങ്ങളുടെ ആരെങ്കിലും പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, ഈ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് ഡീറ്റെയിൽ പ്രസൻറ്റേഷൻ നമുക്ക് വെള്ളിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും കിട്ടുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഇതുപോലത്തുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക കേട്ടോ. അപ്പോഴാണ് അവർക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിൻ്റെ വരുമാനത്തെക്കുറിച്ചും അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ സമയമുണ്ട്, 66 പേരായിട്ടുണ്ട്. ഒരു 34 പേർക്കും കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അവരെ റിമൈൻഡ് ചെയ്യുക. കാരണം ഇന്ന് അരമണിക്കൂർ നേരത്തെ ആയതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും 9 മണി എന്ന ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറ്റും, അയച്ചോളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യമായിട്ട് ഇതുവരെ പ്രസൻറ്റേഷൻ ഒന്നും കേൾക്കാതെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമയോടെ കേൾക്കണം. കാരണം 1 മണിക്കൂർ വേണ്ടി വരും ഈ സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത്. ആ 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കൂടുതൽ ഞാൻ എടുക്കും മിക്കവാറും. 1:10, 1 മണിക്കൂർ 10 മിനിറ്റ് ആവും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം, ഒരു 20 മിനിറ്റ് തരാം. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും. നിങ്ങളുടെ ഏത് സംശയവും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇതിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഞാൻ ദുബായിലാണ്. ഏകദേശം 21 വർഷമായി ദുബായിൽ വന്നിട്ട്. ഫാമിലിയോടൊപ്പം ദുബായിൽ തന്നെയാണ്. ദുബായിൽ ജോലിയുള്ള ഒരു വ്യക്തി ഈ ബിസിനസ് ഇത്രയും സീരിയസ് ആയി ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫാമിലി കൂടെ നിർത്തിയത്. പക്ഷേ യാദൃശ്ചികമായിട്ട് കൊറോണ വന്ന സമയത്തുണ്ടായ സ്ട്രഗിൾ കാരണം ഒരു എക്സ്ട്രാ വരുമാനം വേണ്ടി വന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലി, അതിൽ കിട്ടുന്ന വരുമാനം നമ്മുടെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. അങ്ങനെ 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈമായി ചെയ്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമിലേക്ക് വന്നു. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് യാതൊരുവിധ പൈസയുടെ ആവശ്യം വന്നിട്ടില്ല. 1 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇതിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കുക, ടി വിയിൽ സൗണ്ട് കുറക്കുക, എങ്ങനെയെങ്കിലും ഇതൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ചെയ്യാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്ലോബൽ ബിസിനസ്സാണ്. സാധാരണ ലെവൽ നമ്മുടെ ബിസിനസ് ചിലപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള എവിടെയെങ്കിലും ആയിരിക്കും ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇന്ത്യ മുഴുവനും, ഇന്ത്യക്ക് പുറത്ത് 8ഓളം രാജ്യങ്ങളിൽ ഓൾറെഡി കമ്പനി എത്തിക്കഴിഞ്ഞു. ഞാൻ 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നൊരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയിരിക്കുക. ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ദ ടീം ഓഫ് ചാമ്പ്യൻ, ദ ബെസ്റ്റ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. 75 ലക്ഷം മുതൽ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഈ കമ്പനിയിലുണ്ട്. ഈ കമ്പനിയിൽ വിന്നിംഗ് ടീം തന്നെയാണ്. വിന്നിംഗ് ടീമിനെ പോലത്തെ ഒരുപാട് ടീം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വിന്നിംഗ് ടീമിൻ്റെ നമ്മുടെ ക്യാപ്റ്റൻ SP ബരൽ സാർ 75 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ലണ്ടനിൽ പോയി പഠനം കംപ്ലീറ്റ് കഴിഞ്ഞ് നേരെ വെസ്റ്റേജിലോട്ട് ജോയിൻ ചെയ്ത് ഇന്ന് ഏകദേശം 40 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ഇന്ത്യയിലെ തന്നെ യങ് ഓൺട്രപ്രണറായി മാറിയിട്ടുണ്ട്. ഇത് നമ്മളെ 3 ജനറേഷനെ വരെ സേഫ് ആക്കി എടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെ നമുക്ക് സ്ക്രീനിൽ 2 മാർക്കറ്റിംഗ് രീതികളെ കാണാം. ഒന്ന് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. മറ്റേത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഒരു കാലഘട്ടത്തിൻ്റെ, ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ്. ആദ്യം ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് രീതിയെക്കുറിച്ച് പറയാം. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ C&F ഏജൻറ്റ് വഴിയാണ് അത് ഡിസ്ട്രിബ്യൂട്ടർ വഴി, സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലർമാർ വഴി നമ്മുടെ വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുന്നത്. പക്ഷേ നമ്മൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമ്പനി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് അറിയുന്നത്? TV-യിലൂടെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും പരസ്യങ്ങൾ പറയും. അത് കണ്ടിട്ടാണ് നമ്മൾ ഓരോരോ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. TV ചാനലുകൾക്ക് കോടികൾ കൊടുക്കണം. ഓരോ സിനിമാ താരങ്ങൾക്കും ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടും 5 കോടിയും 3 കോടിയും 4 കോടിയൊക്കെ വാങ്ങിക്കുന്ന സിനിമാ താരങ്ങളുണ്ട്. ഈ കച്ചവടക്കാർക്കും ഹോൾസെയിലർമാർക്കും സൂപ്പർ സ്റ്റോക്കിസ്റ്റിനും C&F ഏജൻറ്റിനും പൈസയുണ്ട്.
കമ്പനിക്ക് 40%, ബാക്കിയുള്ള 60% ഈ താഴെ കിടക്കുന്ന ഇത്രയും ഇടനിലക്കാർക്കാണ്. പക്ഷെ കൺസ്യൂമർ നമ്മളാണ്, സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നമ്മളാണ്, പൈസ പേ ചെയ്യുന്നത് നമ്മളാണ്. പക്ഷെ 1 രൂപയുടെ പോലും വരുമാന മാർഗമോ ഒരു പ്രൊഡക്റ്റെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള അവസരം ഈ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കാറില്ല. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്തിട്ട്, ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിച്ച് നോക്കാത്ത സിനിമാ താരങ്ങളെ സെലിബ്രിറ്റിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന, കോടീശ്വരന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്. പക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കണം, സെലൂട്ട് അടിക്കണം. നമുക്ക് അവിടെ 1 രൂപയുടെ പ്രയോജനമില്ല. ഇവിടെയാണ് ഓരോ കാലഘട്ടങ്ങളിലുള്ള ബിസിനസ്സാണ് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന റവല്യൂഷൻ ഡയറക്റ്റ് സെല്ലിങ്. കമ്പനി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നേരിട്ട് കസ്റ്റമറിലേക്ക് കൊടുക്കുകയാണ്. ഇത്രയും ഇടനിലക്കാരെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ഇടനിലക്കാർ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നവരെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കൺസ്യൂമറിനെ സെലിബ്രിറ്റിയാക്കി മാറ്റുന്നത്, സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർ കോടീശ്വരന്മാരായി മാറാനുള്ള അവസരം, ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ഞാൻ ഈ പറയാൻ പോകുന്ന കമ്പനി നമുക്കൊരു അവസരം തരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നതിന് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഏറ്റവും ഇമ്പോർട്ടൻസ്, ഇതിന് നമുക്ക് ടെൻഷൻ വേണ്ട. 1 രൂപ പോലും ആർക്കും കൊടുക്കേണ്ടതില്ല, 1 രൂപ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടതില്ല. ആരെ കൊണ്ടും നിർബന്ധമായിട്ട് യാതൊരുവിധ പ്രൊഡക്റ്റ് പർച്ചേസിങ് ചെയ്യിപ്പിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ നോ റിസ്ക് ഫാക്ടർ. ഒരു ടെൻഷനും നിങ്ങൾക്ക് അവിടെ ഇല്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടി വരാനുള്ള കാരണം എന്താണ്? കുറേ ലീഡർമാർ വന്ന് ആവശ്യമില്ലാതെ ഒരു ഉപയോഗം പോലും ഇല്ലാതെ കുറേ സാധനം ചാക്കിൽ ഇങ്ങനെ നിർബന്ധമായിട്ട് ബൾക്കായിട്ട് 28,000-നും 30,000-നും 40,000-നും പർച്ചേസ് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് പേടിയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ. ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ പേടിയാണ്, തട്ടിപ്പാണെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ട, ആരെയും നിർബന്ധിച്ച് നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടി സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടെൻഷനില്ല. അടുത്തത്, നമുക്ക് ജോലിയുള്ള വ്യക്തിക്ക് പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടമ്മമാർക്കും വീട്ടിലിരുന്നുകൊണ്ട് വീട്ടു ജോലിയോടൊപ്പം പാർട്ട് ടൈമായി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റുഡൻസിനും പാർട്ട് ടൈമായി സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കരിയറായിട്ട് ഇതിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒറ്റക്കൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ടീം വർക്കാണ്. എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ടീം ലീഡേഴ്സ് ഉണ്ടാവും. നിങ്ങളെല്ലാ കമ്പനി, വെസ്റ്റീജ് കമ്പനി, വിന്നിംഗ് ടീം, ഓർഗനൈസേഷൻ, നിങ്ങളുടെ അപ്ലയൻസ് എല്ലാവരും നിങ്ങളെ സഹായിക്കാനുണ്ടാവും. വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്, ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ഇത്രയും ഫുൾ ടൈമിലേക്ക് വരാൻ എന്നെ എത്തിച്ചത് ഈ ഒരു കാര്യമാണ്, പാസീവ് ഇൻകം. എന്താണ് പാസീവ് ഇൻകം? നമ്മുടെ ആബ്സെൻസിലും നമ്മളെ കുടുംബത്തിലേക്ക് വരുമാനം എല്ലാ മാസവും എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇതിൽ പല സ്ത്രീകളും ചിലപ്പോൾ ജോലി ഉണ്ടായിരുന്നിട്ടാവും, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടമ്മമാരായി കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കണം. അവരെ വരുമാനം അവിടെ സ്റ്റോപ്പായി. പക്ഷേ ഈ ഒരു ബിസിനസ് നിങ്ങളൊരു 3 വർഷം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ലൈഫായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാക്കി ഇതിനെ മാറ്റാൻ സാധിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് 21 വർഷമായി ദുബായിൽ, 18 വർഷം ഒരൊറ്റ കമ്പനിയിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യും. ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഈ ബിസിനസ്സിൽ വരാനുള്ള കാരണം 4 വർഷമായിട്ടും ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. ഇന്നൊരു പാസീവ് ഇൻകം ഞാൻ ഇന്നില്ലെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിൽ എല്ലാ മാസവും 10-ാം തീയതി വരുമാനം വരുന്ന രീതിയിലേക്ക് മാറാൻ സാധിച്ചു. ഹൈ റിട്ടേൺസാണ്. എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നല്ല കഴിവുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരെക്കാളും കഴിവ് കുറഞ്ഞ, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ അതിനേക്കാളും വരുമാനം വാങ്ങിക്കുന്ന പല സ്ഥാപനത്തിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുന്ന അതിനുള്ള എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ട്രെയിനിങ്സ് ആണ് ഇവിടെ കമ്പനിയും വിന്നിംഗ് ടീമും നമുക്ക് തരുന്നത്. പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് എന്താണ്? ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന നമ്മുടെ കമ്പനിയുടെ പേര് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. 21 വർഷം കംപ്ലീറ്റ് ആയി ജൂൺ മാസം ആയപ്പോൾ. 2004 ഈ കമ്പനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 10 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, നിങ്ങൾ ആരും പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ കമ്പനി പ്രൊഫൈലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2004 10 പ്രൊഡക്റ്റിൽ തുടങ്ങി 2 ഓഫീസ് ഉണ്ടായിരുന്നു, ഡൽഹിയിലും ബാംഗ്ലൂരും. നമ്മളെപ്പോലെയുള്ള 6 വ്യക്തികളായിരുന്നു ആ കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കമ്പനിയോടൊപ്പം അസോസിയേഷൻ ചെയ്തത്. മിസ്റ്റർ ഗൗതം പാലി സാർ, കൺവെയർ ബി സിംഗ് ആൻഡ് ബി ബക്സു സാർ, ഇതാണ് ഇതിൻ്റെ ഫൗണ്ടർമാരാണ്.
21 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ 450 പരം പ്രൊഡക്റ്റ് എത്താൻ സാധിച്ചു. 5000-ലധികം ഔട്ട്ലെറ്റും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറുള്ള വലിയ കമ്പനിയും മാറി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇൻ്റർനാഷണൽ നോക്കുവാണെങ്കിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവോറി കോസ്റ്റ്, ഫിലിപ്പീൻ ഇത്രയും രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. 30ഓളം രാജ്യങ്ങൾ ലക്ഷ്യമാക്കി പോകുന്ന കമ്പനിയുടെ ഒരു ഫൗണ്ടറാണ് ഇദ്ദേഹം, മിസ്റ്റർ ഗൗതം പാലി സാർ. സോച്ചിനേക്ക് ഹിമ്മത്ത് കറോ. നമ്മൾ ലക്ഷറി ലൈഫിലേക്ക് പോകാൻ ചിന്തിക്കാൻ വേണ്ടി ജബർ. ഏതൊരു സാധാരണക്കാരനും ഇന്ന് പാവപ്പെട്ടവരൊന്നുമില്ല, നിങ്ങൾക്കും ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലക്ഷറി ലൈഫിലേക്ക് പോകാൻ ഒരവസരമാണ് വെസ്റ്റീജിലൂടെ ഗൗതം പാലി സാർ നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹം ജനറേഷനിലേക്ക് കൈമാറി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളും ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നു. ജനറേഷൻ കൈമാറാൻ സാധിക്കുന്ന ബിസിനസ് അവസരം. കമ്പനിക്ക് കിട്ടിയ അവാർഡ്സും റെക്കഗ്നേഷനും നോക്കാം. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ അവാർഡ് 2017-2018, ഗ്ലോബൽ 100 അവാർഡ്. ലോകത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 പ്ലേസിൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമേ ഉള്ളൂ. അത് വെസ്റ്റീജ് ആണ്. 38ാം പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയുടെ വിഷൻ ഒരു ടോപ്പ് 10ലേക്ക് വരുക എന്നുള്ളതാണ്. അതുപോലെ ഗ്രേറ്റ് പ്ലേസ് വർക്ക് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. നാഷണൽ ബെസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബ്രാൻഡ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. 2 വർഷമായിട്ട് കണ്ടിന്യൂ TRAയുടെ അവാർഡ്, ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡും വെസ്റ്റീജ് 2 വർഷമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് കാറ്റഗറിയെ കുറിച്ച് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഏകദേശം 450 പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലാണ്, ഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. ഇതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ, ഇമ്പോർട്ടൻസ് ആയ കുറച്ച് പ്രൊഡക്റ്റുകൾ കുറിച്ച് പറയാം. 450 പ്രൊഡക്റ്റ് എനിക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല, എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇത് ഫുഡ് സപ്ലിമെൻറ്റേഷനാണ്. എന്ന് വെച്ചാൽ മരുന്നുകളല്ല കേട്ടോ. മെഡിസിൻ ഒന്നും നമ്മുടെ കമ്പനിയിലില്ല. യാതൊരുവിധ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മുടെ കമ്പനിയിലില്ല. ഇവിടെ ഞാൻ ഈ പറയുന്നത് ഫുഡ് സപ്ലിമെൻറ്റേഷൻ, വെൽനസ് പ്രൊഡക്റ്റുകൾ. വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള വ്യക്തിയെ മാറാൻ, അസുഖമില്ലാത്തൊരു വ്യക്തിയെ മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. എന്തിനാണ് നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റേഷൻ ഉപയോഗിക്കുന്നത്? നമ്മൾ കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ടോ? ചില സബ്ജക്റ്റിൽ മാർക്ക് കുറയുമ്പോൾ നമ്മൾ അവരെ എക്സ്ട്രാ പൈസ കൊടുത്ത് ട്യൂഷൻ സെൻറ്ററിലേക്ക് വിട്ടുകൊണ്ട് അവർക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ട്യൂഷൻ കൊടുക്കേണ്ട ആവശ്യം? സ്കൂളിൽ മാഷന്മാർ കൊള്ളാനിട്ടാണോ? അല്ല, അവർക്ക് കുറച്ചും കൂടെ അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ എക്സ്ട്രാ അറിവുകൾ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്യൂഷൻ അയക്കുന്നത്. അതേപോലെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒന്നും കിട്ടാതെ ഇന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ വലുപ്പം കൂടിക്കുന്നു, ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നു, ടെക്നോളജി വർദ്ധിക്കുന്നു, രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം കുറയുന്നേ ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് കിട്ടാത്തതുകൊണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്തേ പറ്റും. നിർബന്ധമായും എല്ലാ ആൾക്കാരും സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ട്. അസുഖമില്ലാത്തൊരു വ്യക്തിയെ മാറാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും കുറച്ച് പൈസ ചിലവാക്കാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കുറച്ച് സപ്ലിമെൻറ്റ്സിൻ്റെ പേരുകൾ ഞാൻ പറയാം. മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. ഇത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, മുഖത്തൊക്കെ ഒരു വെള്ള കലകൾ കണ്ടിട്ടുണ്ടാവും. വൈറ്റമിൻസിൻ്റെ കുറവ് കാരണമാണ് അത് വരുന്നത്. ചില കുട്ടികൾ ഭക്ഷണം തീരെ കഴിക്കില്ല, വിശപ്പില്ല എന്ന പ്രശ്നങ്ങളുണ്ടാവും. അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ. നല്ല ഹൈ എനർജറ്റിക് ആണ്. ഒരു 13ഓളം വൈറ്റമിൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ ഇത് ഡെയിലി രാവിലെയും വൈകുന്നേരം ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു മിഠായി പോലത്തെ സാധനം കേട്ടോ, ഗമ്മീസാണ്. അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അവരുടെ വൈറ്റമിൻസിൻ്റെ പ്രോബ്ലംസൊക്കെ മാറാൻ സാധിക്കുന്നുണ്ടാവും. മുതിർന്നവർ കഴിച്ചാലും അവർക്ക് അത്യാവശ്യം ഒരുപാട് ഗുണങ്ങൾ ഹെൽത്തി ആയി നിർത്താൻ സാധിക്കുന്നുണ്ടാവും. അടുത്ത സീ ഭക്തം. അതൊരു സമുദ്ര ഖനിയിൽ നിന്നെടുത്തൊരു പ്രൊഡക്റ്റാണ്. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. ക്രിൽ ഓയിൽ, ക്രിൽ ഫിഷ് എന്നെടുത്ത ഒരു omega-3 അടങ്ങിയിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. അതുപോലെ കോംബയോട്ടിക്സ്. കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായ ദഹന പ്രക്രിയ കറക്റ്റല്ല എങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് അതിലൂടെയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ദഹനം നടക്കണമെങ്കിൽ നമുക്കിവിടെ കോംബയോട്ടിക്സ് വേണം. കോംബയോട്ടിക്സ് കഴിക്കുന്നത് അതിനകത്ത് ഒരു ക്യാപ്സ്യൂളിനകത്ത് വേറൊരു ക്യാപ്സ്യൂളുണ്ട്. പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ചേർന്ന സാധനം. അതിന് എല്ലാവരും റെഗുലർ എല്ലാ ദിവസവും ഒരു ക്യാപ്സ്യൂൾ അങ്ങ് കഴിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായി ദഹിക്കണമെങ്കിൽ അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലവിധ അസുഖങ്ങളും മാറാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തത് ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്. പ്രതിരോധശേഷി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കൊറോണ വന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. കൊറോണ വന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ സി കഴിക്കാറുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട്
സിന്തറ്റിക് ആയിട്ടുള്ള വൈറ്റമിൻ സി കഴിക്കും. വലിയ പ്രയോജനം ഉണ്ടാവില്ല, കഴിച്ചു എന്നുള്ള ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ പറ്റുന്ന അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ സ്പിറുലിന സപ്ലിമെൻ്റ് ഉണ്ട്. ഇത് ആൽഗയാണ്, കടൽ പായലാണ്. ഇത് സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്നറിയപ്പെടും. ഏറ്റവും നല്ല ഭക്ഷണം, ഭൂമിയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം. എല്ലാ ദിവസവും ഒരു സ്പിറുലിന രാവിലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ജോലിക്ക് പോകുന്ന എല്ലാവരും ഇതൊന്ന് കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണോ രാവിലെ ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതേ എനർജിയിൽ നിങ്ങൾക്ക് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പറ്റും. ഒരു ടയർഡ്നെസ്സും ഫീൽ ചെയ്യും. ഏറ്റവും നല്ല ഭക്ഷണമാണ് സ്പിറുലിന. ഇത് ആയുസ് വരെ കൂടുതൽ കിട്ടും. ഇത് കഴിക്കുന്ന കടലാമകൾക്കൊക്കെ 120, 130 വർഷം വരെ ജീവിക്കുന്നില്ല. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള സപ്ലിമെൻ്റാണ്. റെഗുലറായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഈ സ്പിറുലിന ഡെയിലി ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഇത് കഴിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം നോനി, ട്രോപ്പിക്കൽ ഫ്രൂട്ട്സാണ്. നമുക്കറിയാം, കാക്കപ്പഴം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ കാണാൻ സാധിക്കും ഈ ഒരു പഴം. വളരെ കയ്പും ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. അത് താഴെ പഴുത്ത് വീണ് കഴിഞ്ഞാൽ എലി ചത്ത മണമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ പോഷകങ്ങൾ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണിത് നോനി. ഇത് രാവിലെ വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ഇത് രാവിലെ കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുന്ന 1/2 മണിക്കൂർ മുന്നേ ഒന്ന് കഴിക്കുക. റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രായം വരെ ചെറുപ്പമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. കഴിക്കുന്ന ഭക്ഷണം എല്ലാ പോഷകങ്ങളും ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ട് ഒരു സപ്ലിമെൻ്റാണ്. അടുത്തത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പശു പ്രസവിച്ചാൽ ഉടനെ ഒരു ആദ്യത്തെ 6 മണിക്കൂറിനുള്ള പാല് നമ്മൾ എടുക്കില്ല. ഒരു മഞ്ഞ പാലാണ്. ആ പാല് ഹൈ ഇമ്മ്യൂണിറ്റിയാണ്. ഇത് നമ്മൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മളതിലുണ്ട്. ഇത് മാസം തികയാതെയൊക്കെ പ്രസവിച്ച ഒരുപാട് കുട്ടികളുണ്ട്. 8 മാസത്തിലാകുമ്പോൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. എന്നും ആൻറ്റിബയോട്ടിക്കും കഫ് സിറപ്പും കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പല അമ്മമാരെ പറയും, എന്നും മോനെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ഈ കൊളസ്ട്രോൾ കൊടുക്കുകയാണ്. പാൽപ്പൊടിൻ്റെ കട്ട പോലത്തെ സാധനം, അത് പൊടിച്ചിനും കൊടുക്കാം. പാൽപ്പൊടി പോലത്തെ തന്നെയാണ് സാധനം. അത് ഡെയിലി നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി കൂട്ടാൻ സാധിക്കുന്നുണ്ടാവും. അവർക്ക് പനി, തുമ്മൽ, ജലദോഷം എപ്പോഴും വരില്ല. ആവശ്യമില്ലാത്ത മെഡിസിൻ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ള ഈ പാൽപ്പൊടി പോലത്തെ ഈ സാധനം കൊളസ്ട്രോൾ പശുവിൻ്റെ മഞ്ഞപ്പാലാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കട്ടെ. ഡെയിലി ഓരോന്ന് കഴിക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് നല്ല. ഇതല്ല, ഈ 5 സപ്ലിമെൻ്റ് നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് കഴിച്ചാൽ തന്നെ ആരോഗ്യവാനായി മാറാൻ സാധിക്കും. അലോവേര, കറ്റാർ വാഴയുടെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഡെയിലി ഓരോന്ന് കഴിക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ വയറിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന സാധനമാണ് അലോവേര. അതുപോലെ ആംല, ഇത് എടുത്തു വരേണ്ട സാധനമാണ് നെല്ലിക്ക. നെല്ലിക്ക പൊടിച്ച ഒരു സാധനമാണ്. നെല്ലിക്കൻ്റെ പൊടിയാണ് ഇതിനകത്തുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾ മക്കൾക്ക് കൊടുക്കുക. സ്കൂളിൽ പോകുന്ന മക്കൾക്ക് ഇത് ഓരോ സപ്ലിമെൻ്റ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികൾക്കുള്ള ജലദോഷം, പനി, തുമ്മലൊന്നും കുട്ടികൾക്ക് വരില്ല. അവർക്കത് വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു. 1-2 ആഴ്ച അവരെ പിറകെ അമ്മയും അച്ഛനും ഉണ്ടാവും. അത് കഴിയുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പനി, ജലദോഷം വരും. അപ്പോഴേക്കും അവർ സ്കൂളിൽ പോയി തുടങ്ങും, വീണ്ടും ഇത് കൊണ്ട് വരുന്നുണ്ടോ. ഇതിങ്ങനെ എന്ന് ഹോസ്പിറ്റലിൽ മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരും. 185 രൂപ കൊടുത്താൽ ഈ ആംല വാങ്ങിക്കാൻ പറ്റും. ഒരു സപ്ലിമെൻ്റ് രാവിലെ കുട്ടികൾക്ക് എപ്പോൾ കൊടുക്കണം. അവർ സ്കൂളിൽ നിന്ന് പനി, ജലദോഷം കൊണ്ടുവരില്ല. നമ്മളും ഡെയിലി ഓരോന്ന് കഴിക്കുക. ഇനി അഥവാ നിങ്ങൾക്കൊരു പനി വന്നു എന്ന് വെച്ചാൽ, നല്ല ബോഡി പെയിനും പനിയുടെ ലക്ഷണമൊക്കെ കാണുമ്പോൾ തന്നെ ഇത് 2 എണ്ണം വെച്ച് 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ പനിയും പോയിട്ടുണ്ടാകും. വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ച് ആരോഗ്യം കളയേണ്ട ആവശ്യകതയില്ല. ഇതെല്ലാം നിങ്ങൾക്ക് റെഗുലർ ഉപയോഗിക്കാൻ പറ്റുന്ന സപ്ലിമെൻ്റ് ഉണ്ട്. അടുത്തത് ഹാർട്ടിൻ്റെ സംരക്ഷണത്തിനുള്ള പ്രൊഡക്റ്റ്. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും പേടിയാണ് അല്ലേ. ചെറിയൊരു ഇത് വരുമ്പോൾ തന്നെ വിഷമമാണ്. ഭക്ഷണം കഴിക്കാൻ പോലും പല ആൾക്കാർക്കും പേടിയാണ്. ഹാർട്ടിൻ്റെ സംരക്ഷണത്തിനുള്ള നമുക്ക് 3 പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് കോൺസമി ക്യൂട്ടൻ. ഇതെന്ന് വെച്ചാൽ സൈലൻ്റ് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ കിടന്നുറങ്ങിയാൽ പോലും എഴുന്നേക്കാതെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ അല്ലേ. നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് വയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ. ഈ ഒരു കോൺസമി ക്യൂട്ടൻ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത് ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. സൈലൻ്റ് അറ്റാക്കിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടാവും. ഫ്ലാക്സ് ഓയിൽ, ചണവിത്ത്, അതിൻ്റെ ഒരു സപ്ലിമെൻ്റാണ്. ഇത് നമ്മുടെ രക്തധമനികൾക്കുള്ള ബ്ലോക്ക് ഉണ്ടാവില്ല, ഹാർട്ട് ബ്ലോക്ക്, അത് അലിയിച്ച് കളയാൻ പറ്റും. അത് തെർമോക്കോളിനെ വരെ അലിയിച്ച് കളയാൻ പറ്റുന്ന സാധനമാണ് ഈ ഫ്ലാക്സ് ഓയിൽ. അത് നമ്മളെ റെഗുലറായി കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ബ്ലോക്കുകളൊക്കെ അലിയിച്ച് കളയുന്നുണ്ടാവും. അപ്പോൾ ബ്ലോക്കിന് വന്നാൽ നമുക്ക് ആലോചിച്ചേക്കുന്നു, ഹോസ്പിറ്റലിൽ കാണിച്ച ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റാൻ എത്ര ലക്ഷം ചിലവാക്കുന്നുണ്ടെന്ന് അറിയോ. ആ ഒരു സർജറി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ. അത് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഫ്ലാക്സ് ഓയിൽ റെഗുലറായി ഉപയോഗിക്കുക. അതുപോലെ എലാർജിനിൻ നോബൽ സമ്മാനം ലഭിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇതും ഹാർട്ടിൻ്റെ സംരക്ഷണത്തിനുള്ള പ്രൊഡക്റ്റാണ്. ഇത് ഈ ഒരു സ്ലാഷേ കാണുന്നുണ്ടാവും. ആ പാക്കറ്റ് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അങ്ങനെയുള്ള 15 പാക്കറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും.
ഒരു മാസത്തിൽ ഓരോ ദിവസം ഗ്യാപ്പിട്ട് അത് ഒരു പാക്കറ്റ് 200 ml വെള്ളത്തിൽ അത് പൊട്ടിച്ചിട്ടൊന്ന് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. 35 വയസ്സ് കഴിഞ്ഞ് മേലോട്ടുള്ള എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യത്തോടെ കുറേ കാലം ജീവിക്കാൻ സാധിക്കും. 100% 35 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇത് ഉപയോഗിച്ചേ പറ്റൂ. അത്യാവശ്യമായ പ്രൊഡക്റ്റാണ്. നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസൻ പറയുന്ന കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ? അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഈ എല്ലാർജിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അയാൾ ഇപ്പോൾ ആരോഗ്യം കംപ്ലീറ്റ് പോയ വ്യക്തിയാണ്. എന്നാലും ഈ എല്ലാർജിൻ കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്നത്. അത്രയ്ക്കും മനോഹരമായ അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് മൂന്നും നിങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ, അത് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്ലാക്സ് ഓയിലെങ്കിലും റെഗുലർ ഉപയോഗിക്കുന്നെങ്കിൽ അത്യാവശ്യം ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ രക്ഷപ്പെടാൻ സാധിക്കുന്നത്. ഇത് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ അമിതവണ്ണം. ഇത് നമുക്കറിയാം. നമ്മളുടെ പല ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചപ്പാത്തി പോലും കഴിക്കാൻ പറ്റില്ല. ഒരു ചപ്പാത്തി കഴിക്കുമ്പോൾ അവർ വെയിറ്റ് കൂടും. പച്ചവെള്ളം പോലും കുടിക്കാൻ മടിയാണ് ആൾക്കാർ. അപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വണ്ണം കൂടുന്ന സമയത്ത് മുട്ടുവേദന, നടുവേദന, പല പ്രശ്നം, PCOD, തൈറോയ്ഡ്, പല പ്രോബ്ലംസ് വരാറുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ ആദ്യം നിങ്ങൾ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്താൽ മാത്രമേ മരുന്ന് കുടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ V-Slim ഷെയ്ക്ക് പല ഫ്ലേവറിൽ നമുക്കുണ്ട്. മാംഗോ, വെനില, അങ്ങനെ പല ഫ്ലേവറിൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ V-Slim ഷെയ്ക്കും V-Slim ക്യാപ്സ്യൂളും അതിനോട് V-Slim ടീയും ഈ ചായ. ഈ V-Slim ഷെയ്ക്ക് നമ്മൾ രാത്രിയത്തെ ഭക്ഷണം ഡിന്നർ ഒഴിവാക്കിക്കൊണ്ട് ഈ ഷെയ്ക്ക് കഴിക്കുക. അതുപോലെ ഈ ക്യാപ്സ്യൂൾ രാവിലെ 2 ക്യാപ്സ്യൂൾ രാവിലെ എല്ലാ ദിവസവും കഴിക്കുക. ചായ നമ്മൾ സാധാരണ ചായക്ക് പകരം ഈ ചായ ബ്ലാക്ക് ടീ ഇത് കുടിക്കുക. ഒരു മാസം കൊണ്ട് ആ ഒരു ബോട്ടിൽ നമുക്ക് ഉപയോഗപ്പെടും. ആ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് ഒരു 7 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. അത് കുറച്ച് കാലം കണ്ടിന്യൂ ഉപയോഗിക്കണം. നിങ്ങൾ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത് സ്ലിം ആക്കി നല്ല സ്ലിം ബ്യൂട്ടി ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ. അപ്പോഴേക്ക് തന്നെ നിങ്ങൾ മറ്റുള്ള അസുഖങ്ങളും മാറിയിട്ടുണ്ട്. അടുത്തത് സോയാ പ്രോട്ടീൻ. ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനാണ്. പ്രോട്ടീൻ പൗഡർ നമുക്ക് ഉപയോഗം എന്തിനാണ്? ഇന്ന് നമ്മളൊരു മനുഷ്യൻ്റെ വെയിറ്റ് 80 കിലോ വെയിറ്റുള്ള വ്യക്തിക്ക് 80 ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമാണ്. 50 കിലോ ആണെങ്കിൽ 50 ഗ്രാം, 70 കിലോ ആണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻസ് ഒരു വ്യക്തിക്ക് അത്യാവശ്യമുണ്ട്. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പോലും 16 ഗ്രാം പോലും പ്രോട്ടീൻസ് ഉണ്ടാവില്ല. നിങ്ങളൊരു 10 മുട്ടയും 10 ഏത്തപ്പഴവും ചിക്കനും മട്ടനും ഇതെല്ലാം വാരിക്കൂടി കഴിച്ചാൽ പോലും നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ കിട്ടാറില്ല. പ്രോട്ടീൻസിൻ്റെ അഭാവം മൂലം ഇന്ന് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മസ്റ്റായിട്ട് ഈ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. സോയാ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. ഒരു സ്പൂൺ രാവിലെയും ഒരു സ്പൂൺ രാത്രിയും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് കുറച്ച് കാലം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പലവിധ ഹെൽത്ത് പ്രോബ്ലംസ് മാറിയിട്ടുണ്ട്. ഹോർമോൺ പ്രോബ്ലം, അങ്ങനെയുള്ള പലവിധ പ്രോബ്ലംസ് മാറുന്നുണ്ടാകും. മുടി കൊഴിച്ചിൽ പോലും പ്രോട്ടീൻസിൻ്റെ അളവിൽ വരാറുണ്ട്. പല ആൾക്കാർക്കും പല ടൈപ്പ് മുടി കൊഴിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ പോലും മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ കുറേ ആൾക്കാർക്ക് പോകും. എല്ലാവർക്കും പോകില്ല. ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും. ഇത് നമുക്കറിയാം. ഷുഗർ പേഷ്യൻറ്റ്, നിങ്ങളുടെ പരിചയമുള്ള ആർക്കെങ്കിലും ഷുഗർ പേഷ്യൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കുക, എത്ര വർഷമായി ചേട്ടാ നിങ്ങൾ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നത്? അവർ പറയും 25 വർഷം അല്ലെങ്കിൽ 16 വർഷം അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഷുഗറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടോ ഒരു പരാതിയോ ഡോക്ടറോട് പറയാതെ ആജീവനാന്തം ഗുളിക കഴിക്കുന്ന ആൾക്കാരാണ് ഷുഗറിൻ്റെ ആൾക്കാർ. അത് മാറാനും പോകുന്നില്ല. അവർ കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിനിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഡയാലിസിലേക്ക് പോകും. അപ്പോഴേക്കാൾ ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള നീം ആര്യവേപ്പിൻ്റെ സപ്ലിമെൻ്റ് ഉണ്ട്. 360 രൂപയേ ഉള്ളൂ. ഇതൊരു ബോട്ടിൽ വാങ്ങിച്ച് ഒരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ ഷുഗറിന് ചെക്ക് ചെയ്യാൻ ഷുഗർ കൺട്രോൾ ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 360 രൂപ കൊടുത്തിട്ട് ഒരു മാസം കൊണ്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ ബോർഡർ ലെവലിലൊക്കെ ഷുഗറുള്ള ആളാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഗ്ലൂക്കോ ഹെൽത്തും കൂടി, ആ ഗ്ലൂക്കോ ഹെൽത്തും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ബോർഡർ ലെവലിലെ ആൾക്കാർ പോലും കൺട്രോൾ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഷുഗർ മാറ്റാമെന്നല്ല ഞാൻ പറഞ്ഞത്, ഷുഗറിനെ കൺട്രോൾ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. ആവശ്യമില്ലാത്ത മെഡിസിൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഷുഗറിൻ്റെ ഗുളികയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതൊന്നല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങളായിട്ട് ഗുളിക സ്റ്റോപ്പ് ചെയ്യരുത്, മെഡിസിൻ ഒന്നും സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ സപ്ലിമെൻ്റ് കഴിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ ആ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം നീമും ഗ്ലൂക്കോ ഹെൽത്തും കഴിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഡോക്ടർ ഗുളിക ഒഴിവാക്കി തരും. പിന്നെ പതുക്കെ കുറച്ച് കാലം നീമും ഗ്ലൂക്കോ ഹെൽത്ത് മാത്രം കഴിച്ചിട്ട് നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് കഴിച്ചാൽ മതി. ഷുഗർ കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇത് സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. അത് മധുര തുളസിയാണ്. പഞ്ചസാര ഒഴിവാക്കാൻ സാധിക്കുവാണെങ്കിൽ പല അസുഖങ്ങളും മാറും. അതിന് പഞ്ചസാരയ്ക്ക് പകരം ഒരു ചായൻ്റെ അകത്ത് 1-2 ടാബ്ലറ്റ് എടുത്തില്ല, 100 ടാബ്ലറ്റ് എടുക്കുന്ന 140 രൂപയുടെ അതിൻ്റെ വില. 140-110 എന്തോ ആണ്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ചായക്കോ പാലിലോ ഏത് വേണം ഇടാം. മധുരത്തിന് പകരം അത് ഉപയോഗിച്ചാൽ പഞ്ചസാര ഒഴിവാക്കാൻ സാധിക്കും. ഒരുവിധം പഞ്ചസാര ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖം കുറഞ്ഞിട്ടുണ്ടാവും. അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം ഈ ഒരു ബോട്ടിൽ. ഇതൊന്ന് വാങ്ങിക്കാൻ 100 എണ്ണം ഉണ്ട്. ഓക്കെ, ഒരു 2 നേരം ചായ കുടിക്കുന്ന ആൾക്ക് 50 എണ്ണം മതി. അത്രയ്ക്ക് നല്ലൊരു സാധനം കേട്ടോ. അതുകൂടാതെ ജോയിൻറ്റ് ആൻഡ് ബോൺ ഹെൽത്ത്, മുട്ടുവേദന,
ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ അനുഭവപ്പെടുന്ന പ്രശ്നം മുട്ടുവേദനയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മുട്ടുവേദന വരുന്നത്? അതൊരു പ്രായമാകുമ്പോഴാണ് വരിക. നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ പണിയെടുക്കുന്നുണ്ടോ വരുന്നുണ്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അല്ലെങ്കിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മുട്ടുവേദന വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 35 വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെ എല്ലുകൾക്കിടയിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ്, ഈ രണ്ട് ജോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു ലിക്വിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അത് ഡ്രൈ ആവാൻ തുടങ്ങും, പ്രായമാകും. അത് ഡ്രൈ ആവുന്ന സമയത്താണ്, അത് ഉരയുന്ന സമയത്ത് നമുക്ക് വേദന വരും. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ നമുക്ക് ഒരു പെയിൻ കില്ലർ തരും. 2-3 ആഴ്ചത്തേക്ക് ആ വേദന മാറും. അപ്പോൾ നമുക്കൊരു ആശ്വാസമായി ഓയിൽമെൻറ്റ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ ഓയിൽമെൻറ്റ് എടുത്ത് തടഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ച് നന്നായി പണിയെടുക്കുമ്പോൾ വീണ്ടും ഇത് വരും. നമ്മൾ വീണ്ടും കാണിക്കുന്നു. അതേപോലെ കുറേ പ്രാവശ്യം പെയിൻ കില്ലറും അതൊക്കെ തരും. അവസാനത്തെ പോക്ക് ഡോക്ടറെ ഇനി മതി, ഒരു സർജറി ചെയ്തേ പറ്റി, വേറെ രക്ഷയില്ല. ലക്ഷങ്ങൾ കൊടുത്ത് ഒരു മുട്ടിൻ്റെ സർജറി ചെയ്യും. അപ്പോഴേക്കും അടുത്ത കാലിന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അത് വന്നുകൊണ്ടിരിക്കും. നമുക്കിത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണോ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന മുട്ട്, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കാൽമുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആക്കാൻ സാധിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ ഉപയോഗിക്കാം. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടർമാരെ കാണിച്ചാലും അവർ തരുന്ന ഗ്ലൂക്കോസമിൻ തന്നെയാണ്, പക്ഷെ അത് സിന്തറ്റിക് ആണ് കേട്ടോ, അത് ചെക്ക് ചെയ്യാം. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ ഉപയോഗിക്കുക. അതോടൊപ്പം കാൽസ്യം, എല്ലുകളുടെ കാര്യക്ഷമത വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, പ്രായമാകുമ്പോൾ എല്ലുകൾക്കൊക്കെ ഇത് കുറയും. അതിന് മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യം ഉപയോഗിക്കണം. നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തരുന്ന കാൽസ്യം അല്ല, അതിൻ്റെ അടിയിൽ ഇരുമ്പ് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റി പിടിക്കുന്നുണ്ട്, കാന്തം പോലെ സാധനം. ഇവിടെ കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യം, അത് അബ്സോർവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തി പകരുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ കൊലാജൻ കൂടെ ഉപയോഗിക്കുക. നമ്മുടെ ജോയിൻറ്റ് പ്രോബ്ലംസ് എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. കാൽമുട്ട് വേദന, നടുവേദന, ഷോൾഡർ വേദനയൊക്കെ മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൻ്റെ കൂടെ ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ പറയാം, CMD എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രഗ്സ്. അത് ലാസ്റ്റ് പറയുന്നുണ്ട് ഞാൻ, പക്ഷേ അത് ഇതിൻ്റെ കൂടെ ആഡാക്കി കൊടുക്കും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് പ്രായമായ അമ്മമാരൊക്കെ ഒരുപാട്, നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കിടപ്പിലായിട്ട് മുട്ടുവേദന കൊണ്ട് നടക്കാൻ പറ്റാതെ കിടപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ CMD കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർ എഴുന്നേറ്റ് നടക്കും. അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ടാണ്. CMD നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്സ് ഇട്ടിട്ട് 21 ഡ്രോപ്സ് വരെ നമുക്ക് ഒരു ദിവസം കുടിക്കാം. 3 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ 21 ഡ്രോപ്സ് ഉപയോഗിക്കാം. വെള്ളം കുറച്ച് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം കുറച്ച് അളവെടുക്കുക, ഡ്രോപ്സ് കൂട്ടിയെടുത്താൽ മതി. 21 ഡ്രോപ്സ് ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പലവിധ അസുഖങ്ങളും മാറുന്നുണ്ടാകും. അത്രയ്ക്കും ബെസ്റ്റ് സാധനം. ഡീറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, ഇതിലും നിരവധി പ്രൊഡക്റ്റ് നമുക്കറിയാം. നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണം, നാരുകൾ അടങ്ങിയ ഭക്ഷണം നമുക്കിന്ന് കഴിക്കാൻ സാധിക്കില്ല. പണ്ടൊക്കെ വാഴക്കാമ്പും കൂമ്പും ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രോബ്ലംസ് വരാറുണ്ട്. ഇതിന് ഫൈബർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, ഇത് നമ്മൾ റെഗുലറായിട്ട് ഒരു സ്പൂൺ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പൈൽസിൻ്റെ അസുഖമുള്ള ആൾക്കാരുണ്ട്. പൈൽസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഗുളിക കഴിച്ചാൽ പോലും മാറാത്ത ആൾക്കാരുണ്ട്. ഈ ഫൈബർ റെഗുലർ ഉപയോഗിക്കണം. പൈൽസും അതുപോലെ മലബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫൈബർ കൊണ്ട് നല്ല റിസൾട്ടാണ്. അതുകൂടാതെ ഗാനഡോർമ, റെഡ് മഷ്റൂം എന്നാണ് പറയുക. ഈ ഗാനഡോർമ ഉപയോഗിക്കുകയാണെങ്കിൽ, ആരോ ഒരാൾ കൈ കൊണ്ട് സ്ക്രീനിൽ വരക്കുന്നുണ്ട്, ആ കൈ ഒന്ന് മാറ്റി കേട്ടോ, ഷമീറ ആരാന്നറിയില്ല. ഗാനഡോർമ പറഞ്ഞ പ്രൊഡക്റ്റ്, അത് മഷ്റൂമാണ്. ഇതിന് നമ്മൾക്ക് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കും അതുപോലെ വെരിക്കോസ് ഉള്ള ആൾക്കാർക്കും ഇങ്ങനെയുള്ള പലവിധം പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ ഗാനഡോർമ ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. എല്ലാവരും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ്. ഈ പ്രോബ്ലം ഉള്ള ആൾക്കാരല്ല, ആരോഗ്യമുള്ള എല്ലാ വ്യക്തിക്കും ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം. ഈ ഗാനഡോർമയുടെ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കാം. അതോടൊപ്പം ഈ ഡീറ്റോക്സ് ഫുഡ് പാച്ച് ഉപയോഗിക്കാം. വൈറ്റൽ റോംബോസ് ഉപയോഗിക്കുന്ന സമയത്ത് വെരിക്കോസ് വന്ന കാല് പൊട്ടിയ ആൾക്കാരുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വെരിക്കോസ് ഉള്ളിൽ തന്നെ ഉണ്ടാവും, പുറത്തോട്ട് വരില്ല, ഉള്ളിൽ കുത്തി പറിക്കുന്ന വേദന ഉണ്ടാവും. ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം കാണിക്കും, പിന്നെ അവർ സർജറി വലിച്ചൂരാന്നൊക്കെ പറയുന്നുണ്ടാവും. സർജറി കഴിഞ്ഞാലും രണ്ടാമത് വീണ്ടും വെരിക്കോസ് വരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെരിക്കോസ് വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഉള്ളിലാണെങ്കിൽ അതിനെക്കാളും ഡേഞ്ചറാണ്. പുറത്ത് വന്നാൽ പൊട്ടി കുളമായിട്ടുണ്ടാവും. അതിന് മാറ്റാൻ ഒരു 1.5 മാസം കൊണ്ട് എൻ്റെ മദറിന് വേണ്ടി മാറ്റിയതാണ് ഞാൻ. പൊട്ടി കുളമായ വെരിക്കോസിനെ ഉണക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഞാൻ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് ലീഡർമാർ പറഞ്ഞു തരും. ഗാനഡോർമ, ഫ്ലാക്സ് ഓയിൽ, വൈറ്റൽ കോംപ്ലക്സ്, ഡീറ്റോക്സ് ഫുഡ് പാച്ചസ്, എല്ലാർജിൻ, ഇതിനോടൊപ്പം ഈ ലാസ്റ്റ് കാണുന്ന കുർക്കുമിൻ. കുർക്കുമിൻ എന്തിനാണെന്ന് വെച്ചാൽ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞളുടെ എക്സ്ട്രാക്റ്റാണ്. ക്യാൻസർ കോശങ്ങൾ വരെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കുർക്കുമിൻ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ്, എന്തെങ്കിലും പ്രശ്നത്തിന് ആവശ്യമുള്ള അത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് എനിക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരാൻ പറഞ്ഞു. അടുത്തത് ഐ സപ്പോർട്ടാണ്. നമ്മൾക്ക് കണ്ണിന് ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ കണ്ണിന് കാഴ്ചശക്തി കുറയാൻ തുടങ്ങിയിട്ട് 35 വയസ്സ് വേണ്ട, ഇന്ന് 5 വയസ്സുള്ള കുട്ടികൾക്ക് പോലും കണ്ണടയാണ്. അമ്മമാരെ എളുപ്പത്തിന് മക്കളോട് ഭയങ്കര സ്നേഹം. ഇപ്പോൾ പണ്ടത്തെ അമ്മമാരെ പോലെയല്ല. ഇന്ന് അച്ഛനമ്മമാർക്ക് മൊബൈൽ മക്കൾക്ക് കൊടുത്ത് അവരെ കണ്ണ് കളയാൻ ഭയങ്കര താല്പര്യമാണ്. ചെറിയ കുട്ടികൾ വരെ കണ്ണട വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ ഐ സപ്പോർട്ട്
എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണ് സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ണ് ചൊറിച്ചലോ കണ്ണിന് വെള്ളം വരുന്ന പ്രോബ്ലംസോ വേറെ എന്തെങ്കിലും തിമിരമോ കണ്ണ് കാണാത്ത ആൾക്കാർ ഈ കണ്ണ് കാഴ്ചശക്തി കുറഞ്ഞ ആൾക്കാർക്ക് പോലും ഈ ഐ സപ്പോർട്ട് ഉപയോഗിക്കാം. വളരെ വണ്ടർഫുൾ റിസൾട്ട് ചെയ്യുന്ന സപ്ലിമെൻ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് കൊണ്ട് വൈറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. ആ വൈറ്റൽ കോംപ്ലക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ കാണിച്ചാൽ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ഇത് ഈ 2 പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണ് സംബന്ധമായ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. നിങ്ങളുടെ പ്രായമായ അമ്മമാർക്കൊക്കെ കണ്ണിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വെറുതെ കണ്ണ് കാണിച്ച് ലക്ഷങ്ങൾ സർജറി ആക്കേണ്ട ആവശ്യമില്ല. പൈസ സേവ് ചെയ്യാം. 540 രൂപ കൊടുത്ത് ഐസോപ്പോട്ടും ഒരു 800 സംതിങ് റുപ്പീസ് എടുത്ത വൈറ്റൽ കോംപ്ലക്സും ഒരു കുറച്ച് കാലം കണ്ടിന്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ പ്രോബ്ലം മാറുന്നുണ്ടാവും. അത്രയ്ക്ക് മനോഹരമായ റിസൾട്ടാണ്. അടുത്തത് മെലാട്ടൻ സ്പ്രേ. ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ടാകും, സ്ട്രെസ്സ് കാരണം. ഇന്ന് പല ആൾക്കാർക്കും ടെൻഷനാണ്, പല ടെൻഷനാണ്. രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ഉരുണ്ടും തിരിഞ്ഞും അങ്ങോട്ടിങ്ങോട്ടും മറിഞ്ഞും കിടക്കും. 2 മണിയായാലും 3 മണിയായാലും ഉറക്കം വരില്ല. അവസാനം രാവിലെ അലാറം അടിക്കുന്ന കുറച്ച് സമയമായിരിക്കും മുമ്പായിരിക്കും ഉറക്കം വരുന്നുണ്ടാവും. ഒന്ന് കണ്ണടച്ച് ഉറങ്ങുന്ന സമയത്ത് അലാറം അടിച്ച് എഴുന്നേറ്റ് പോകേണ്ടി വരും. പിന്നെ ജോലിക്ക് പോയ ടെൻഷനും അസുഖങ്ങൾ കൂടും ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ. അതിന് മെലാട്ടൻ സ്പ്രേ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് പുതിയ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ നാക്കിനടിയിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നാച്ചുറൽ പ്രൊഡക്റ്റാണ്, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ആർക്കും ഉപയോഗിക്കട്ടോ. അത് അരമണിക്കൂർ മുന്നേ അടിച്ചിട്ട് നിങ്ങളൊന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയത്തില്ല, സുഖസുന്ദരമായിട്ട് ഉറങ്ങും. രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾക്ക് പോവാം. വണ്ടർഫുള്ളായിട്ട് റിസൾട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് കേട്ടോ. നമ്മുടെ വെസ്റ്റീജ് കമ്പനി ലേഡീസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ലേഡീസിൻ്റെ വരുമാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കമ്പനിയിലെ വെസ്റ്റീജ് കമ്പനിയുടെ CEO ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സെഷൻ കേട്ടിട്ടുണ്ടായിരുന്നു. വിമൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു കമ്പനി, സ്ത്രീകളുടെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. അതിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള കുറച്ച് പ്രൊഡക്റ്റാണ് അയൺ, ഫോളിക്, അനീമിക് ആയിട്ടുള്ള രക്തക്കുറവൊക്കെയുള്ള ഒരുപാട് ലേഡീസ് ഉണ്ടാവില്ല. ക്ഷീണം, എപ്പോഴും ക്ഷീണമായിരിക്കും. ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങി വന്ന ക്ഷീണം, അല്ലെങ്കിൽ വീട്ടിൽ ജോലി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് പോയി കിടക്കുന്ന സ്ത്രീകളുണ്ട്, അനീമിക് ആയിരിക്കും എപ്പോഴും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫോളിക് അയൺ പ്ലസ് ഹിമോഗ്ലോബിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്കത് ഇത് ഉപയോഗിക്കാൻ പറ്റും. ബ്ലഡ് കൂടുതലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ബ്ലഡ് കിട്ടാൻ വേണ്ടി ഈ ഫോളിക് അയൺ പ്ലസ് വളരെ വണ്ടർഫുൾ റിസൾട്ടാണ്. അതോടൊപ്പം ശതാവരി മാക്സ്, ശതാവരി കിഴങ്ങ് നിറത്തൊരു പ്രൊഡക്റ്റാണ്. ഇത് പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലാതെ ഇറഗുലറായിട്ട് വരുന്ന ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുമ്പോൾ ശതാവരി മാക്സ്. അതുപോലെ ഗർഭാശയ മുഴ പല ആൾക്കാർക്ക് ഇന്ന് നമ്മുടെ പണ്ടൊക്കെ ഒരു എന്തെങ്കിലും പ്രശ്നം, ഗർഭപാത്രത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഒരു വല്ലപ്പോഴും ഒരാക്കി കാണും. ഇന്നത് ഒരു എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു. ഹോസ്പിറ്റലിൽ അതൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നു ഹോസ്പിറ്റലിൽ. ആര് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാന്നുള്ള പ്ലാനാണ്. എന്തെങ്കിലും വയറ്റിൽ ചെറിയ മുഴ വരുന്നു, അതിന് കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അവസാനം നിങ്ങൾ എന്തൊക്കെ എടുത്തും കളയുന്നുണ്ടോ. അതിനൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ സ്ത്രീകളും, കുറച്ച് പ്രായപൂർത്തിയ എല്ലാ സ്ത്രീകളും ഈ ശതാവരി മാക്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ്റിലുള്ള പല പ്രോബ്ലംസും മാറ്റിയെടുക്കാൻ സാധിക്കും. വണ്ടർഫുള്ളായിട്ട് റിസൾട്ട് കേട്ടോ. ഇത് 540 രൂപ എന്തേ ഉള്ളൂ. ഈ 540 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾ 540 കൊടുക്കണം ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും പൈസ ചിലവാക്കുക. വെറുതെ ബ്രാൻഡഡ് ഷർട്ടും ബ്രാൻഡഡ് സാരിയും ബ്രാൻഡഡ് മൊബൈലും വാച്ചും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രയോജനമില്ല. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. അടുത്തത് ക്രാൻബെറിയാണ്, യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ. ഇന്ന് നമുക്കറിയാം പല സ്ത്രീകളും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിയാൽ മാത്രമേ മൂത്രമൊഴിക്കാൻ നിൽക്കുള്ളൂ. കാരണം പുറത്ത് പോയി അവർക്ക് സേഫ്റ്റി അല്ലാണ്. അല്ലെങ്കിൽ പുറത്തുള്ള ബാത്റൂം ഉപയോഗിച്ചാൽ ബസ് സ്റ്റാൻഡിലും മറ്റു റെയിൽവേ സ്റ്റേഷനിലുള്ള ബാത്റൂമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ രോഗാണുക്കളൊക്കെ കൂടുതലാണ്. അതിൻ്റെയൊക്കെ കാരണമാണ് യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ വരാറുണ്ട്. ഇത്ര മരുന്ന് കഴിച്ചാൽ എന്നും അതിൻ്റെ അവസ്ഥയായിരിക്കും. ഇവിടെ ഈ ക്രാൻബെറി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വണ്ടർഫുള്ളായ റിസൾട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇത് ഉപയോഗിക്കാം. അതുപോലെ ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ, ആ പേര് പോലെ തന്നെ മുടി സംരക്ഷണത്തിനും സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും നഖത്തിൻ്റെ സംരക്ഷണത്തിനും. മുടി കൊഴിച്ചൽ നന്നായിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ, സ്കിൻ, നെയിൽ ഉപയോഗിക്കാം. അതുപോലെ സ്കിൻ ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലും ഡോക്ടർമാരെ കാണിച്ചാലും സ്കിൻ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് മരുന്നിന് മാറില്ല. ഈ ഒരു സപ്ലിമെൻറ്റ് 2 ആഴ്ച ഉപയോഗിച്ച് നോക്കും, എന്ത് മാറ്റം ഉണ്ടെന്നല്ല. അത്രയ്ക്കും വണ്ടർഫുൾ റിസൾട്ടാണ്. എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് പ്രൊഡക്റ്റ് ഒഴിവാക്കി പറയുകയാണ്. അതുപോലെ അബ്സോർബിറ്റ് എന്ന് പറഞ്ഞ സബ്ലിംഗൽ സ്പ്രേ. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. വൈറ്റമിൻ ഡിയുടെ അഭാവം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവും. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും അസുഖങ്ങൾ വരുന്നത് ഒരു ഡോക്ടർമാർ പറയാറില്ല. പറഞ്ഞിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ഡോക്ടർമാരെ കാണിക്കാൻ പോകുന്നു, സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്ന എത്ര ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഒരു ഡോക്ടറും നമ്മൾ പറയില്ല നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ട്, അതുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് പറയാറില്ല. വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യും, വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയും, പക്ഷെ അത് കൊടുക്കാൻ പറയില്ല. ചിലപ്പോൾ ടാബ്ലറ്റ് തരും, സിന്തറ്റിക് ആയിട്ട് ടാബ്ലറ്റ് തരും, അതിലൊന്നും നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല. ഇവിടെ വൈറ്റമിൻ ഡിയുടെ സ്പ്രേ ഉണ്ട്. വിത്തിൻ സെക്കൻഡിലാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്ത് പോകുന്നത്. വൈറ്റമിൻ ഡി, അതുപോലെ വൈറ്റമിൻ B12, വൈറ്റമിൻ C,
പനിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ഈ വൈറ്റമിൻ സി ഉപയോഗിച്ചാൽ മതി. നാക്കിനടിയിലൂടെ രാവിലെ ഒരു സ്പ്രേ ചെയ്യുക, വൈകുന്നേരം സ്പ്രേ ചെയ്യുക വൈറ്റമിൻ സി. ബാക്കിയെല്ലാം ഒരു സ്പ്രേ ചെയ്താൽ മതി. അതുപോലെ മൾട്ടി വിറ്റാമിൻ ഉണ്ട്. ഇതിൻ്റെ കൂടെ ബയോട്ടിൻ സ്പ്രേയും വേറെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബയോട്ടിൻ നമ്മുടെ മുടിയിലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബയോട്ടിൻ സ്പ്രേ ആണ്. ഇതിനെക്കുറിച്ച് വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഈ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 ഒക്കെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒരു കുഴഞ്ഞ് വീണെന്ന് പോയി വെച്ചു, ഒന്ന് തളർന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു വണ്ടി പിടിച്ച് നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ചിലപ്പോൾ ആൾ ബാക്കിയൊന്നും വരില്ല. സൈലൻ്റ് അറ്റാക്കൊക്കെ നമുക്ക് അറിയാൻ സാധിക്കില്ല കുഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ. ഈ സബ്ലിംഗൽ സ്പ്രേ ഒന്ന് വായിലോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് നടന്ന് പോയിക്കോളും. ഒരു രക്ഷയില്ല. അത്രയ്ക്കും വണ്ടർഫുൾ റിസൾട്ട് പ്രൊഡക്റ്റ്, നമുക്ക് അനുഭവമുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. എല്ലാവരും അത് വാങ്ങിച്ച് വീട്ടിൽ വെക്കുക. ഇത് 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഇത് വണ്ടർഫുൾ റിസൾട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് വെച്ച് ഞാൻ ആദ്യം പറയാം. റെസ്പോ കെയർ എന്ന പ്രൊഡക്റ്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും. അത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് വർഷങ്ങളായിട്ട് ചെസ്റ്റിൽ കഫം ഡ്രൈ ആയിട്ടുണ്ടാവും. കഫം ഡ്രൈ ആയി കുറേ കഴിയുമ്പം ബോഡി പെയിൻ വരാൻ തുടങ്ങും. നല്ല കട്ടിക്കുള്ള പനിയായിരിക്കും. എത്ര മരുന്ന് കുടിച്ചാലും എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും മാറില്ല. 7 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കും, പനി അങ്ങനെ തന്നെ ഉണ്ടാവും, മാറില്ല. അവസാനം ഇഞ്ചക്ഷൻ തരും, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ തരും, 3 ദിവസത്തേക്ക് കണ്ടിന്യൂ തരും, എന്നാലും മാറില്ല. അവസാനം ഡോക്ടർ ഒരു രക്ഷയില്ലാതെ പറയും, ഇനി രക്ഷയില്ല, നീ ആ ജോലി മതിയാക്കാൻ പറയട്ടെ. പക്ഷേ ഇന്ന് ഞാൻ 4 വർഷമായി റെസ്പോ കെയർ എല്ലാ ദിവസവും കഴിക്കും. കഫത്തിൻ്റെ പ്രശ്നമൊന്നും എനിക്കില്ല. വളരെ നല്ല റിസൾട്ട്, വണ്ടർഫുൾ ആയിട്ട്. പനി അതിന് ശേഷം വന്നിട്ടില്ല. 4 വർഷം വരെ മര്യാദക്ക് പനി പോലും എനിക്ക് വന്നിട്ടില്ല. ചെറുതായിട്ട് എന്തെങ്കിലും വന്നതിന് വൈകുന്നേരമാകുമ്പോൾ മാറിക്കും. ആ റെസ്പോ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന പ്രൊഡക്റ്റാണ്. ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഈ റെസ്പോ കെയർ ഉപയോഗിച്ചാൽ മാറുന്നുണ്ടാവും. അലർജി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ ആംലയും തുളസി ഡ്രോപ്സും കഴിക്കുകയാണെങ്കിൽ അലർജി പ്രോബ്ലം മാറുന്നുണ്ടാവും. പനി, ജലദോഷം, കഫക്കെട്ടുള്ള ആൾക്ക് ആംലയും തുളസി ഡ്രോപ്സും മതി. ഇതൊക്കെ കോമ്പിനേഷനുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു തന്നിട്ടുണ്ടോ, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടോ. അടുത്തത് കിഡ്നി ഹെൽത്ത്. കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക? ഒരു രക്ഷയില്ലല്ലേ. ഈ കിഡ്നി ഹെൽത്ത് റെഗുലറായി ഉപയോഗിക്കുക. അതില്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുക. കിഡ്നിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കിഡ്നി പ്രോബ്ലം വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കിഡ്നി ഹെൽത്ത് റെഗുലറായി കഴിക്കുക. റെഗുലറായി കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത്യാവശ്യം കൊണ്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ച് ഒരു മാസം 1.5 മാസം കഴിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാൻ കിഡ്നിയെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ ലിവർ ഹെൽത്ത് ഉണ്ട്, ലിവർ ഹെൽത്ത് ഉപയോഗിക്കാം. അതുപോലെ വൈറ്റൽ കോംപ്ലക്സ്, കണ്ണിൻ്റെ സംരക്ഷണത്തിന് ടോക്സ് ക്ലീൻ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തോട്ട് കളയാൻ. നമ്മുടെ വീട്ടിൻ്റെ ഒരു മുറി നമ്മൾ സ്ഥിരമായിട്ട് മുറി വൃത്തിയാക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിരിക്കും. ഒരു 2 ആഴ്ച നമ്മൾ പുറത്തൊക്കെ പോയി വീട്ടിൽ ആരും ഇല്ല, തൂത്തൊന്നും വാരാതെ തുടക്കാതെ വെച്ചാൽ റൂം എങ്ങനെ ഉണ്ടാവുക? ഫുൾ അവിടെ ഇവിടെയൊക്കെ കച്ചറ കിടന്നിട്ടുണ്ട്. അതേപോലെയാണ് നമ്മുടെ ശരീരത്തിനകത്തും വയറ്റിലും. അതിനെ ക്ലീൻ ആക്കാൻ പറ്റുന്ന ടോക്സ് ക്ലീൻ ഉണ്ട്, വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ വേറെയുള്ളത് പോസ്റ്റേറ്റ് കെയർ എന്ന പ്രൊഡക്റ്റ്, നമ്മുടെ പുരുഷന്മാർക്കുള്ളൊരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഗ്ലൂക്കോ ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗ്ലൂക്കോ ഹെൽത്ത് ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഇതിനകത്തുണ്ട്. ആയുർവേദിക് 100% ആയുർവേദിക്കാണ്. അടുത്തത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഏറ്റവും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ. എന്തുകൊണ്ട് ഇപ്പം പറയാൻ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ omega-3 ആണ്. കൊളസ്ട്രോൾ ഉള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ, ഇപ്പോൾ ഈ 92 പേരിൽ ആർക്കും കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബോട്ടിൽ തവിടെണ്ണ വാങ്ങിക്കുക. ഈ തവിടെണ്ണ സ്ഥിരമായിട്ട്, വെളിച്ചെണ്ണ വീട്ടിൽ കയറ്റാതിരിക്കുക. ഈ തവിടെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കൺട്രോൾ ലെവലിലേക്ക് വരുന്നുണ്ടാവും. വെളിച്ചെണ്ണ ഉപയോഗിക്കാനേ പാടില്ല, ഒഴിവാക്കുക. ഈ തവിടെണ്ണ, എല്ലാത്തിനും തവിടെണ്ണ ഉപയോഗിക്കുക. ഈ തവിടെണ്ണയുടെ ഇപ്പോഴത്തെ പ്രയോജനം എന്ന് വെച്ചാൽ 2 ലിറ്റർ വെളിച്ചെണ്ണ ഒരു സാധാരണ ഫാമിലിക്ക് ഒരു മാസം വേണ്ടി വരും. ഇന്നത്തെ വില നോക്കുമ്പോൾ 2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 870 രൂപക്ക് മേലുണ്ട്. 2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഒരു മാസത്തെ ഒരു വീട്ടിലെ ചിലവാണ്. നമ്മുടെ ഈ 2 ലിറ്ററിൻ്റെ എണ്ണയ്ക്ക് 540 രൂപയേ ഉള്ളൂ. omega-3 ആണ്, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതും അപാരമായ ടേസ്റ്റാണ്. നിങ്ങൾ ഇതിലൊരു പലഹാരം ഉണ്ടാക്കി ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകുന്നതിന് മുന്നേ ചോദിക്കും ഇതേതാ എണ്ണ എന്ന് ചോദിക്കണ്ട. അവർ നാളെ മുതൽ നിങ്ങളുടെ കസ്റ്റമറായി. അത്രക്കും ടേസ്റ്റ് ഉള്ള, ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത വെസ്റ്റീജ് കമ്പനി, വെസ്റ്റീജിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാർ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുവേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. അത്രക്കും വണ്ടർഫുൾ ആയിട്ടുള്ള, എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു കുക്കിംഗ് ഓയിലാണ്. ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഒരൊറ്റ പ്രൊഡക്റ്റുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് പോയിന്റ് കുറവാണ്, പക്ഷേ അത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ഫ്രീ പ്രൊഡക്റ്റൊക്കെ ലഭിക്കുന്ന ഒരു അവസരം എടുക്കണം. അടുത്തത് ഒറിജിനൽ ചായപ്പൊടി, ഒറിജിനൽ കോഫി പൊടി. നമ്മുടെ വില കൂടിയ ബ്രൂ കോഫിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിനേക്കാളും ടേസ്റ്റുള്ള കോഫി പൗഡർ ഉണ്ട്. മസാല ചായ ഉണ്ട്, ഒരുപാട് മസാല സ്പൈസ് ടീയാണ്. ഒരുവിധം എല്ലാ ഹെൽത്ത് പ്രോബ്ലംസും ആ ചായയിലൂടെ മാറുന്നുണ്ട്. അത്രയും ടേസ്റ്റാണ്. അതുകൂടാതെ ഫ്രഷ്നപ്പ് ഡ്രിങ്ക് ഉണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ബാറുകൾ, മഞ്ചും കിറ്റ്കാറ്റൊന്നും കൊടുത്തിട്ട് വെറുതെ
കുട്ടികളെ ചിരിപ്പിക്കാതെ നല്ല ആരോഗ്യത്തിന് പറ്റിയ പ്രോട്ടീൻസ് ബാറുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. 50 രൂപയുള്ളൂ. അതുപോലെ തന്നെ ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് സിറിയലുണ്ട്. ദോശ, ഇഡ്ഡലി, പച്ചരിയുടെ പുട്ട്, ഈ നമ്മൾ പച്ചരിയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ഇടക്കിടക്ക് ഒഴിവാക്കട്ടോ. ഈ ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് ഒക്കെ അതിനകത്ത് കിട്ടുന്നുണ്ടാവും. വണ്ടർഫുൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. 299 രൂപ ആ വലിയൊരു പാക്കറ്റ് കിട്ടും. 299 രൂപയ്ക്ക് ഇന്ന് എന്താ നാട്ടിൽ കിട്ടുക? ആ ഒരു അടിപൊളി പാക്കറ്റ് കിട്ടും. ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് മറ്റേതങ്ങ് ഒഴിവാക്കി ഇത് ഉപയോഗിക്കാം. അടിപൊളി സാധനം. ഇത് ശുദ്ധമായ വെള്ളം. നമ്മൾ ഇന്ന് എന്താ ചെയ്യണേ? നമ്മുടെ വീട്ടിൻ്റെ കിണറ്റിൻ്റെ തൊട്ട് അപ്പുറത്തായിരിക്കും അപ്പുറത്തെ വീട്ടിൽ ടോയ്ലറ്റ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള എല്ലാ കിരാണുക്കളും നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളം തിളപ്പിച്ച് കുടിക്കും. തിളപ്പിച്ച് കുടിച്ചാൽ അതിനകത്തുള്ള മിനറൽസ് കംപ്ലീറ്റ് നഷ്ടമാകും. വെറുതെ ഒരു വെള്ളം ദാഹം മാറ്റാൻ വേണ്ടി കുടിക്കുന്നേ ഉള്ളൂ, ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ശുദ്ധമായ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുക. ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഷാർപ്പ് കമ്പനി, ജപ്പാൻ കമ്പനി ഷാർപ്പ് കമ്പനി നമ്മൾക്ക് വേണ്ടി പാറ്റൻറ്റ് ചെയ്ത പ്രൊഡക്റ്റാണ്. ഈ 2 മോഡൽ പ്രൊഡക്റ്റ് നമ്മളുടെ മാത്രമേ കിട്ടുള്ളൂ. മറ്റുള്ള ഷാർപ്പിൻ്റെ കമ്പനി പുറത്ത് കിട്ടും. പക്ഷേ ഈ 2 മോഡലും നമ്മളതിൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അത് കുറച്ച് വില കൂടുതലാണ്, പക്ഷേ സൂപ്പർ ക്വാളിറ്റി ഫിൽറ്ററാണ് കേട്ടോ. നമ്മൾ പല ആൾക്കാരും വാട്ടർ പ്യൂരിഫയർ വീട്ടിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഫിൽറ്റർ എവിടെ കിട്ടും അവിടെ പോയി വാങ്ങിച്ചോളൂ. പക്ഷേ വീട്ടിൽ TV വാങ്ങിക്കുമ്പോൾ, ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡാണ്. കാരണം എന്താ വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ആൾക്കാർ കാണണ്ട, അവരെക്കാട്ടിയും കുറച്ച് നല്ല സാധനം വാങ്ങിക്കാം. ഷർട്ടും പാൻറ്റും വാങ്ങിക്കുമ്പോൾ ബ്രാൻഡാണ്. വാച്ച് വാങ്ങിക്കുമ്പോൾ, മൊബൈൽ വാങ്ങിക്കുമ്പോൾ അപ്പുറത്തെ ഉള്ള ആൾക്കാർ കുറച്ച് നല്ല ബ്രാൻഡ് വാങ്ങിക്കും. പക്ഷേ വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞത് എവിടെ കിട്ടും അവിടെ പോയി നോക്കും. അത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതാണ് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് 6 ഫിൽറ്ററുണ്ട്, വണ്ടർഫുൾ ആയിട്ടുള്ള 6 ഫിൽറ്ററുണ്ട് അതിനകത്ത്. സൂപ്പർ സാധനം. നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം വീഴുന്നത് വരെ ഫിൽറ്റർ ചെയ്ത് വരുന്ന സാധനം. നമ്മുടെ നാട്ടിൽ വേറെ കമ്പനി ഇങ്ങനെ പൈപ്പിങ്ങനെ നീളത്തിൽ കിടക്കുന്നത്, അതിനകത്തെല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് കിടക്കും. ഈ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുമ്പോൾ അത് ഫിൽറ്ററായിട്ട് വരില്ല. ആ വെള്ളമാണ് നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ടോ, അതാണ് നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണമില്ല. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക, വാട്ടർ പ്യൂരിഫയറിൻ്റെ ഗുണങ്ങളൊക്കെ. അടുത്തത് പോർട്ടബിൾ ആയിരുന്നു, കൊണ്ട് നടക്കാൻ പറ്റുന്ന വാട്ടർ പ്യൂരിഫയർ. നിങ്ങൾ പുറത്തൊക്കെ കറങ്ങാൻ, ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ മൂകാംബിക പോലത്തെ ക്ഷേത്രം ദൂരോട്ടൊക്കെ കറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം ചിലപ്പോൾ നമുക്ക് പിടിച്ചെന്ന് വരില്ല. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വയറിളക്കം, ഛർദിയായിട്ട് 2-3 ദിവസം ഹോസ്പിറ്റലായി 4 ദിവസം ലീവായിരിക്കും. ഈ ഒരു സാധനം നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. 1.5 ലിറ്റർ വെള്ളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് അവിടുത്തെ വെള്ളം ഇതിനകത്ത് പിടിച്ചാൽ പോലും ഫിൽറ്റർ ചെയ്ത് വെച്ച് നല്ല വെള്ളം കുടിക്കാൻ സാധിക്കും. അത്രയ്ക്കും സൂപ്പർ സാധനം. അടുത്തത് ഓറൽ കെയർ. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ 3 പേസ്റ്റ് ഉണ്ട്. ഒരു നോർമൽ വില, നമ്മുടെ സാധാരണ മാർക്കറ്റിൽ സ്ഥിരമായിട്ട് നമ്മുടെ ബ്രാൻഡഡ് സാധനമൊക്കെ ഉണ്ടാവില്ല. കോൾഗേറ്റും ക്ലോസപ്പൊക്കെ നമ്മുടെ ഏറ്റവും മനസ്സിൽ പതിഞ്ഞ സാധനം. എല്ലാ പേസ്റ്റും കോൾഗേറ്റാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പേര് അങ്ങനെയാണ്. എന്ത് വാങ്ങിച്ചാലും കോൾഗേറ്റ് വാങ്ങിക്കുന്ന പറയും. ഇവിടെ ക്ലോസപ്പ് ഉണ്ട്, ലാബറുണ്ട്, നമ്പൂതിരി പേസ്റ്റ് ഉണ്ട്, വേറൊരു സാധനമുണ്ട്. ഡോക്ടർമാരൊക്കെ പറഞ്ഞൊരു പേസ്റ്റ്, സെൻസോഡി എന്ന പേര്. ഡോക്ടർമാർ പറഞ്ഞാൽ അത്ര വലിയായാലും നമ്മൾ കൊടുക്കും, ഒരു പ്രശ്നമില്ല. 240 രൂപയാണ് സെൻസോഡിൻ്റെ ഒരു വില. അത് ഉപയോഗിച്ചാൽ പല്ല് വേദന, പല്ല് പുളിപ്പ് മാറുന്ന TV-യിലൂടെ സിനിമാ താരങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മാറുന്നുണ്ടോ എനിക്കറിയത്തില്ല, എനിക്കത് മാറാറില്ല. അതിൻ്റെ വില 240 രൂപ, 100 ഗ്രാം സെൻസോഡിൻ്റെ വില. ഇവിടെ പല്ല് വേദന, പല്ല് പുളിപ്പ്, മോണപഴുപ്പ്, വായപ്പുണ്ണിനൊക്കെ റിസൾട്ട്. പല്ല് തേക്കുമ്പോൾ ബ്ലഡ് പോലും വരാതെ ഉപയോഗിക്കുന്ന പേസ്റ്റിന് 72 രൂപയുള്ള സുഹൃത്തുക്കളെ. 72 രൂപ. ഇന്ന് കോൾഗേറ്റിൻ്റെ വില 68 രൂപയുണ്ട് എനിക്ക് തോന്നുന്നു. അതിനേക്കാളും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സൂപ്പർ പേസ്റ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ ആദ്യം കാണുന്ന ആ പേസ്റ്റാണ് ഇന്ന് എന്നെ ഒരു ബിസിനസ് ഓൺട്രപ്രണറാക്കി മാറ്റിയത്. ആ പേസ്റ്റ് കിട്ടിയ റിസൾട്ടാണ് എൻ്റെ ബിസിനസ്സിൽ നിന്ന് 13 രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധിച്ചത്. അതുകൂടെ ബ്രഷ് ഉണ്ട്, മൗത്ത് വാഷ്. പേഴ്സണൽ കെയറിൽ പോവുകയാണെങ്കിൽ സൺ ക്രീം, BB ക്രീം, ഫെയർനെസ് ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, ഇതൊന്നും എല്ലാം കംപ്ലീറ്റ് എനിക്ക് പറയാൻ സമയമില്ല. ഫേസ് വാഷ്, അതുപോലെ പെർഫ്യൂംസ്, പോക്കറ്റ് പെർഫ്യൂംസ്, ഡിയോഡറൻസ്, സോപ്പ്. TFM 76 മേലുള്ള സോപ്പാണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സോപ്പ് അവൈലബിൾ ആണ്. സിനിമാ താരങ്ങൾ പറയുന്ന സോപ്പ് അവൈലബിൾ ഉണ്ട്. വില കൂടിയ സോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സോപ്പുകൾക്ക് നല്ല വിലയാണ് അല്ലേ. ഡോവ്, PS ഒക്കെ കുറച്ച് വില കൂടുതലാണ്. എന്തുകൊണ്ടാണ് അതിന് വില കൂടുതൽ? അതിൻ്റെ ക്വാളിറ്റി TFM 76 മേലെയുണ്ട്. മനുഷ്യ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് TFM 76 മേലെ വേണം. ബാക്കി എല്ലാ സോപ്പും ഡേഞ്ചറാണ്. പലവിധ സ്കിൻ പ്രോബ്ലംസ് വരും. നമ്മളതൊന്നും അറിയത്തില്ല. നമ്മളിതിങ്ങനെ വില കുറഞ്ഞ സോപ്പ് കുറച്ച് മണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി, നല്ല മണം ആ സോപ്പ്. അത് വാങ്ങിച്ചങ്ങ് ഉപയോഗിക്കും. അതിൻ്റെ ക്വാളിറ്റി ഇല്ല, മണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുമൂലം നിങ്ങൾക്ക് പലവിധ ഹെൽത്ത് പ്രോബ്ലംസ് പിന്നീട് വരുന്നുണ്ടാവും. അത് ഈ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അതിന് TFM 76 മേലുള്ള സോപ്പ് വെസ്റ്റിജിലുണ്ട്. 50 രൂപ വിലയുള്ളൂ. ഏത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാം. സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ സോപ്പ് ഉപയോഗിക്കാം. കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാം. അത്രയ്ക്കും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അടുത്തത് മുടിയുടെ സംരക്ഷണത്തിനുള്ള ഹെയർ സ്പാ, കണ്ടീഷണർ, ഹെയർ ഓയിൽ, ഷാമ്പു അവൈലബിൾ ആണ്. ഹെയർ ഓയിൽ ഹെർണിക ഫ്ലവറിൻ്റെ ഓയിൽ. മുടി വളരാൻ, നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ഹെയർ ഓയിൽ മാറില്ല. കാരണം വൈറ്റമിൻ D ഉണ്ടാവും, പ്രോട്ടീൻസ്, പല കാരണങ്ങളും മുടി കൊഴിച്ചിലുണ്ടാവും. ഒരുവിധം ചെറിയ ചെറിയ മുടി കൊഴിച്ചിലൊക്കെ ആ ഹെയർ ഓയിലിൽ ഒഴിവാകും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഷാമ്പു കൊണ്ട് ഇവിടെ
മുടി പൊട്ടിപ്പോകുന്ന ഷാമ്പു അവൈലബിൾ ആണ്, പലതരം ഷാമ്പു അവൈലബിൾ ആണ്. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മുടി കൊഴിയും, ആദ്യം ഡാൻഡ്രഫ് മാറ്റാൻ സാധിക്കും, തലയിലെ പേൻ മാറ്റാൻ സാധിക്കും ഈ ഷാമ്പുവിലൂടെ. അതോടെ വേറെ ക്രീമുണ്ട്, വേസ്റ്റ് കെയറിൻ്റെ പെയിൻ റിലീഫ് ക്രീം, വേദന സംഹാരി. 129 രൂപയുള്ള അതിൻ്റെ വില. നിങ്ങൾക്ക് നടുവേദനയോ മുട്ടുവേദനയോ അല്ലെങ്കിൽ പെടലിലേക്ക് ഒളുക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നൊക്കെ ഒന്ന് സൈഡിൽ ചരിഞ്ഞ് വീണ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്രീമിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വണ്ടർഫുൾ റിസൾട്ട് ചെയ്യുന്ന പെയിൻ റിലീഫ് ക്രീമാണ് 129 രൂപയ്ക്ക് തരുന്നത്. സൂപ്പർ റിസൾട്ട് കേട്ടോ. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, ഹെയർ മാസ്ക്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. സൂപ്പർ റിസൾട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. 100% നാച്ചുറൽ ആണ്. ഇതിൻ്റെ ഒരു ഡേ ക്രീമൊക്കെ ഉണ്ട്, സൺക്രീം SPF 40 വണ്ടർഫുൾ റിസൾട്ടാണ്. SPF 40 സൺക്രീം, അതുപോലെ ഡേ ക്രീം. ഇതൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അത് ഫേസിനൊക്കെ തടിയിട്ട് പോവുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. നമ്മുടെ ഫേസൊക്കെ നല്ല സൂപ്പറായി ഗ്ലാമറായി കാണും. ഇത് വിമൺ ഹൈജീനിലേക്ക് പോകും. സാനിറ്ററി നാപ്കിൻ, പാൻറ്റി ലൈനേഴ്സ്, ഇൻറ്റിമേറ്റ് വാഷ്. നമ്മുടെ സ്ത്രീകളൊക്കെ ഈ പാൻറ്റി ലൈനേഴ്സും ഇൻറ്റിമേറ്റ് വാഷും ഇതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ, മാർക്കറ്റിൽ കാണുന്ന കുറച്ച് വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ. നിങ്ങൾക്ക് ഇച്ചിങ്സ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഇല്ലാതെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാണ്. ഇത് വണ്ടർഫുള്ളായിട്ട് ക്വാളിറ്റിയുള്ള ഡ്യൂ ഗാർഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റിന് ലോഞ്ചായിട്ട് 190 രൂപയുള്ളൂ ആ പുതിയ പാക്കറ്റിന്. ഒക്കെ ഇത് വിമൻസ് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഉപയോഗിക്കുക, നിങ്ങളത് പ്രൊമോഷൻ ചെയ്യാം. അടുത്തത് ഹൈ വേസ്റ്റ് ക്ലീനിങ് സെഷനിൽ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം ഹോം കെയർ ഐറ്റംസ്, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തറ തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, ഗ്ലാസ് ക്ലീനർ, എയർ ഫ്രഷ്നർ, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന എല്ലാ സ്ത്രീകളും ഇന്ന് കൈക്ക് പലവിധ പ്രശ്നങ്ങളായിട്ടും വയറ്റിൽ പലവിധ മുഴകളായിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നത് ഈ പാത്രം കഴുകുന്ന ലിക്വിഡും തുണി കഴുകുന്ന പൗഡറുമാണ്. സിനിമാ താരങ്ങൾ പരസ്യം പറഞ്ഞ സോപ്പ് പൊടിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അത് നിങ്ങൾ ബക്കറ്റിൻ്റെ അത് സോപ്പ് പൊടി ഇട്ടൊന്ന് കൈയിട്ട് നോക്ക്, നല്ല ചൂടുണ്ടോ. അതുകൂടാതെ പാത്രം കഴുകുന്ന ലിക്വിഡ്, നിങ്ങളൊന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ലിക്വിഡ് മാറ്റി 1 മാസം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും. എന്ത് സുഖമുള്ള സാധനം അറിയോ. ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഡിഷ് വാഷർ. അത് കോൺസെൻട്രേറ്റഡ് പ്രൊഡക്റ്റാണ്. 1 ഡ്രോപ്സ് ഒരു പാത്രത്തിലിട്ട് ഒന്ന് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മുഴുവൻ പാത്രം ഒറ്റ ഡ്രോപ്സ് കഴുകാൻ പറ്റും. ഈ ഒരു ഡബ്ബ നിങ്ങൾക്ക് ഒരു 4 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കും, ശരിക്കും ഉപയോഗിക്കാൻ. അതുപോലെ പാത്രം കഴിഞ്ഞാൽ തുണി കഴുകുന്ന പൗഡറും തുണി കഴുകുന്ന ലിക്വിഡുണ്ട്. pH വാല്യൂ 7 ആണ്, സെയിം ലൈക്ക് വാട്ടർ. തുണി കഴുകുന്ന വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് വാഷുണ്ട്. 50 വാഷ് ചെയ്യാം ആ ഒരു ബോട്ടിൽ, നീല കളർ ബോട്ടിൽ. അതിൻ്റെ ഒരടപ്പ് മാത്രം വാഷിംഗ് മെഷീനിൽ ഒഴിച്ചാൽ മതി. അതുപോലെ തറ തുറക്കുന്ന ഫ്ലോർ ക്ലീനർ, വണ്ടർഫുൾ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ലൈസോൾ പോലത്തെ സാധനമല്ല കേട്ടോ, അതിൻ്റെ അപാരമായ ക്വാളിറ്റിയ സാധനം. അതുപോലെ ടോയ്ലറ്റ് ക്ലീനറും അതൊന്നും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ വേറെ സാധനം വീട്ടിലേക്ക് കയറ്റില്ല, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുന്ന തീരുമാനം മാത്രം എടുത്താൽ മതി. അടുത്തത് ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റ്. നമ്മൾക്ക് ഇന്നറിയാം കൃഷിക്കാർക്ക് വരുമാനം ഉണ്ടാവും, കൃഷിയിലൂടെ ജീവിക്കുന്ന ഒരുപാട് ഫാമിലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അവർക്കിപ്പോൾ കിട്ടുന്ന വരുമാനം എത്ര ആയിക്കോട്ടെ അതിനെ ഇരട്ടിയാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടോ. ഒരു തെങ്ങിൽ നിന്നും ഒരു 30 തേങ്ങ, 40 തേങ്ങ, 50 തേങ്ങ കിട്ടുന്ന തെങ്ങാണെങ്കിൽ അതിനെ 100 ആക്കി മാറ്റാൻ, നെൽകൃഷി നെല്ലിൻ്റെ വലിപ്പം കൂട്ടാനും തേങ്ങേൻ്റെ വലിപ്പം കൂട്ടാനും, ആ കവുങ്ങാണെങ്കിൽ അടക്കയുടെ വലിപ്പം കൂട്ടാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള, കുരുമുളകൊക്കെ നല്ല വലിപ്പമുള്ള കുരുമുളക് വെയിറ്റ് കൂട്ടാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള അഗ്രി പ്രൊഡക്റ്റ്. ഏത് തരം കൃഷികളായിക്കോട്ടെ, പച്ചക്കറികളോ ചെടികളോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ കായ്കളും പൂക്കളും നഷ്ടപ്പെടാതെ കൂടുതൽ വിളവുകൾ ഉണ്ടാക്കാൻ, അതിനുള്ള വെയിറ്റ് കൂട്ടാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ട് ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. കൃഷിയുടെ ചെലവ് കുറവായിട്ട് വിളവുകൾ കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇത് ജെൻസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബാത്തിങ് ബാർ, പെർഫ്യൂം ബാറാണ് കേട്ടോ. 120 രൂപയാണ് ആ പച്ച സോപ്പിൻ്റെ വില. അത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം അടിച്ചാൽ അതേപോലെ ബാത്റൂമിലും ഉണ്ടാവും, നിങ്ങളിലും ഉണ്ടാവും. അത്രയ്ക്കും ബെസ്റ്റ് സോപ്പാണ്. അതുപോലെ ജെൻസിൻ്റെ ഡിയോഡറൻസും ഫേസ് വാഷ് അവൈലബിൾ ആണ്. മിസ്റ്റർ ഓഫ് മിലാൻ്റെ ബ്യൂട്ടി പ്രൊഡക്റ്റ്, ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, ഇങ്ങനെ നിരവധി ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉണ്ട്. വെലേനയുടെ ലിപ് ബാമുകൾ, കളർ ഷെയ്ഡ്സുള്ള ലിപ് ബാമുകളൊക്കെ ഒരുപാട് മേക്കപ്പ് സെറ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് സ്കിൻ ഫോർമുല 9, മുഖത്തിൻ്റെ സൗന്ദര്യം കാത്തുരക്ഷിക്കാൻ, യുവത്വം കാത്തുരക്ഷിക്കാൻ പറ്റുന്ന, നമുക്കൊരു പ്രായമാകുമ്പോൾ മുഖത്ത് ചുളിവുകളും കലകളൊക്കെ വരാൻ തുടങ്ങും, നമ്മുടെ സൗന്ദര്യം പതുക്കെ മങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ, അല്ല പ്രായമാകുമ്പോൾ വിഷമം കണ്ടിട്ടുണ്ടോ. അതിനെ നിങ്ങളെ ചെറുപ്പം നിലനിർത്താൻ പറ്റുന്ന മുഖത്തിൻ്റെ ഫേസിൻ്റെ 3 ലെയർ വരെ പോയി റിപ്പയർ ചെയ്തിരിക്കണം. ട്രീറ്റ്മെൻറ്റ് ബേസ് പ്രൊഡക്റ്റ് ഉണ്ടോ. ഇത് കുറച്ച് കൂടുതൽ കുറച്ച് കാലം കണ്ടിന്യൂ ഉപയോഗിക്കണം. അപ്പോഴാണ് നമ്മൾ സുന്ദരനായി മാറുന്നുണ്ടോ. കണ്ണിനടിയിലെ കറുത്ത പാട് മാറ്റാൻ, അണ്ടർ ഐസിലും മുഖത്ത് വന്നിരിക്കുന്ന കലകളും കുഴികളൊക്കെ മാറ്റാൻ സാധിക്കുന്ന ബ്ലമിഷ് ജെല്ല്, ഇങ്ങനെ പലവിധം പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റും അങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ചെയ്ത് അവൈലബിൾ ആണ്. ഇത് നാനോ എനർജൈസ് എന്ന പ്രൊഡക്റ്റാണ്. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ ഏടാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ലിക്വിഡാണ്. 30 ml. വണ്ടിയുടെ മൈലേജ് കൂട്ടാൻ, എഞ്ചിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കാൻ വേണ്ടി പറ്റുന്ന മാച്ച് ഡ്രൈവിൻ്റെ കൊറിയൻ കമ്പനി നമ്മുടെ കമ്പനി കൊണ്ട് ചെയ്യുന്ന സാധനം. വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട്.
അതുപോലെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ CMD, കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ്. കുടിക്കുന്ന വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്സ് ഉറ്റിക്കുക, അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ഡ്രോപ്സ് ഉറ്റിക്കുക. എല്ലാ വെള്ളത്തിനൊപ്പം ഇത് കുടിക്കുക. നിങ്ങളുടെ എല്ലാവിധ പ്രോബ്ലംസും അസുഖങ്ങളും മാറ്റാൻ സാധിക്കും. 84 മിനറൽസ് നമുക്ക് ശരീരത്തിന് ആവശ്യം മിനറൽസ് കിട്ടുന്നുണ്ടാവും. ബ്രെയിൻ്റെയും ഹാർട്ടിൻ്റെയും എല്ലാ ഫംഗ്ഷനൊക്കെ ക്ലിയറാക്കി മാറ്റും. ഇത് അശ്വഗന്ധയുടെ എനർജി ബൂസ്റ്ററാണ്. ഇത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എല്ലാ പുരുഷന്മാർക്കും സ്പെഷ്യലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതിൻ്റെ ഗുണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. വളരെ വണ്ടർഫുള്ളായിട്ട് സ്പെഷ്യലായിട്ട് ജെൻസിനെ എനർജറ്റിക് ആക്കി മാറ്റാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ ഈ എല്ലാ പ്രൊഡക്റ്റുകളെയും ഞാൻ കുറിച്ച് ഒന്ന് ഓടിച്ച് പറഞ്ഞു. 450-ൽ പരം പ്രൊഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ആ കവർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം 1 മണിക്കൂറിനടുത്ത് എത്തേണ്ടി വന്നു. ഇനി അടുത്തത്, ഈ എല്ലാവിധ പ്രൊഡക്റ്റും ഗവൺമെൻറ് അപ്രൂവൽ സർട്ടിഫിക്കേഷനുള്ള ISO സർട്ടിഫിക്കേഷൻ, ഹലാൽ സർട്ടിഫിക്കേഷൻ, GMB സർട്ടിഫിക്കേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ, എല്ലാവിധ സർട്ടിഫിക്കേഷനുള്ള ഗവൺമെൻറ് അപ്രൂവൽ സർട്ടിഫിക്കേഷനുള്ള പ്രൊഡക്റ്റാണ്. സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 21 വർഷമായിട്ട് ഒരാൾ പോലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇന്ന് 5 കോടിയിലധികം ആൾക്കാർ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. 5 കോടിയിലധികം ആൾക്കാർ, ഒരു സിനിമാ താരങ്ങൾ പോലും പറയാതെ, TV ചാനൽ പോലും കാണിക്കാതെ, നിങ്ങളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരാതെ നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ. ഇനി ഇത്രയും പ്രൊഡക്റ്റുകളെ കുറിച്ചും കമ്പനിയുടെ സർട്ടിഫിക്കേഷനെ കുറിച്ചും ഞാൻ പറഞ്ഞു. ഇനി ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്കിതിൻ്റെ പ്രയോജനം എന്താണ്? 9 തരം വരുമാനമുണ്ട് ഈ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക്. നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ബ്രാൻഡ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ, നിങ്ങളെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഒരു അവസരമാണ് ഈ കമ്പനി തരുന്നത്. 9 തരം വരുമാനം. ആദ്യം തന്നെ സേവിങ്സ് ഓഫ് കൺസപ്ഷൻ 10 മുതൽ 20% അവിടെ എഴുതിയെങ്കിലും 10 മുതൽ 35% വരെ ഇപ്പോൾ MRP ലാഭമുണ്ട്. ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 65 രൂപയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും ഡിസ്കൗണ്ടിൽ. അടുത്തത് 5 മുതൽ 16% വരെ പെർഫോമൻസ് ബോണസ് നിങ്ങൾക്ക് എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അത് ഞാൻ ലാസ്റ്റ് പെർഫോമൻസ് ബോണസ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ടീം ബിൽഡിംഗ് ബോണസ് 3%, ഡയറക്ടർ ബോണസ് 15%, ലീഡർഷിപ്പ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%. ഇത്രയും വരുമാനം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അടുത്തത് 9ാമത്തെ വരുമാനം എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. ആ വരുമാനത്തിനോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ വാങ്ങിക്കണം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും വരുമാനങ്ങൾ ഒരു വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് അവസരം കൂടെ കമ്പനി കൊടുത്തുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എത്ര വർഷങ്ങളായി എത്ര രൂപ ചിലവാക്കി നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി? എന്താണ് നിങ്ങൾക്ക് ലഭിച്ച പ്രയോജനം? നമ്മൾ ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വഴി ആരൊക്കെയോ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് വെസ്റ്റീജ് കമ്പനി ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതൊരു സാധാരണക്കാരനും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ. ഞാൻ ഇതിൽ പല പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു നോർമൽ വില ഏതൊരു സാധാരണക്കാരനും ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവനും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിലയിലാണ് വെസ്റ്റീജ് കമ്പനി പ്രൊഡക്റ്റ് നമുക്ക് തരുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിക്കാനുള്ള തീരുമാനം എടുത്താൽ മതി, നിങ്ങൾ ലൈഫ് ലോങ് ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറുന്നുണ്ടാവും. സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് 4 മാസം പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചാൽ 5ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റാണ്. എല്ലാ 4 മാസം കഴിയുമ്പോൾ 5ാമത്തെ മാസം പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കാൻ പറ്റും. എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 35% ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ് തരും. ഞാൻ ഈ പറഞ്ഞ 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് തരും. 10% ഫ്രീ പ്രൊഡക്റ്റ് തരും. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അവസരം. ഏതെങ്കിലും സിനിമാ താരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? 5 കോടി രൂപ വാങ്ങിച്ചിട്ട് ഐശ്വര്യ റായ് ലക്സ് സോപ്പിൻ്റെ പരസ്യം പറയുമ്പോൾ പറയുന്നുണ്ടോ, ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാ സുന്ദരിയായത്, ഞാൻ ഓൾറെഡി പണ്ടേ സുന്ദരിയാണ്, ലോകസുന്ദരിയാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇവർ 5 കോടി കൊണ്ട് പരസ്യം പറയിക്കുന്നതാണ് ലക്സ് സോപ്പിനെ കുറിച്ച് പറയാറുണ്ടോ? ഇല്ല. അവരത് ഉപയോഗിച്ചിട്ട് എല്ലാ സുന്ദരിയായത്, പക്ഷെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ലക്സ് സോപ്പ് നല്ലതാണെന്നുള്ളത്. ഇവിടെ നമ്മൾക്ക് സെലിബ്രിറ്റി ആയി മാറാൻ ഒരു അവസരമാണ് കമ്പനി തരുന്നത്. അടുത്തത് പെർഫോമൻസ് ബോണസ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 മുതൽ 16% എങ്ങനെ നമുക്ക് ലഭിക്കാം? ശ്രദ്ധിച്ച് കേൾക്കുക. പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും മനസ്സിലാവാത്ത ആൾക്കാരും ലാസ്റ്റ് നമ്മൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. നമ്മൾ 1 മണിക്കൂറായി ഏകദേശം, എന്നാലും ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ സംശയം ക്ലിയറാക്കി തരാം. പെർഫോമൻസ് ബോണസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മുതൽ 16%. നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു പൈസയും കൊടുക്കണ്ട.
നിങ്ങൾക്ക് ആരാണോ ഈ സൂം ലിങ്ക് തന്ന വ്യക്തി അവർ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടും ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി തരും. നിങ്ങൾ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കുന്ന ലിസ്റ്റ് ഉണ്ടാക്കുക. എപ്പോഴും എല്ലാ മാസവും വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള സാധനം ലിസ്റ്റ് ഉണ്ടാക്കാം. ഇതിനകത്ത് പയറുവർഗ്ഗങ്ങൾ, മല്ലിപ്പൊടി, മുളക് പൊടിയൊന്നും ഇല്ലാത്തില്ല, പച്ചക്കറിയൊന്നും ഇല്ല. ബാക്കി എല്ലാ സാധനവും ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. എന്നാലും എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 30 രൂപക്ക് മേലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 1 പോയിൻ്റായി മാറും. 300 രൂപക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 10 പോയിൻ്റായി. 3000 രൂപക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 100 പോയിൻ്റായി. ഈ പോയിന്റുകൾ ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് ബോണസ് കൂടാൻ തുടങ്ങും. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ജനിച്ചെന്നോട്ട് ഒരുപാട് സാധനം പൈസ കൊടുത്ത് വാങ്ങി ഇതുവരെ പോയിന്റ് കൂടിയിട്ടുണ്ടോ? ഇവിടെ നമ്മൾ വെസ്റ്റീജ് ജോയിൻ ചെയ്ത് സാധനം വാങ്ങിക്കാൻ തുടങ്ങുന്ന അന്നോട്ട് നമ്മൾ പോയിന്റുകൾ കൂടുവാണ്. കഴിഞ്ഞ മാസം വാങ്ങിച്ചതിന് പോയിന്റ് ആയിട്ടുണ്ടാവും. ഈ മാസം വാങ്ങിക്കുമ്പോൾ വീണ്ടും പോയിന്റ് കൂടുന്നു, അടുത്ത മാസം വാങ്ങിക്കുമ്പോൾ വീണ്ടും പോയിന്റ് കൂടുന്നുണ്ടാവും. നമ്മളിത് ആരോടെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ഓക്കെയാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്ത് പോകും. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴാണ് 6 വ്യക്തികൾ ഇതിൻ്റെ ബിസിനസ്സിലേക്ക് വരാനും ആ 6 വ്യക്തികളുടെ 5470 പേര് ഇന്ന് എൻ്റെ ടീമിലുണ്ട്. വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. 13 രാജ്യത്ത് ഇരുന്നുകൊണ്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇവരാരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കറിയുന്ന ആൾക്കാരല്ല അവരാരും. 6 പേരെ മാത്രമേ എനിക്കറിയുള്ളൂ. ഇത്രയും ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ തീരുന്ന സമയത്ത് വെസ്റ്റീജിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യും, ഓഫ്ലൈൻ വഴി പർച്ചേസ് ചെയ്യും. എങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന് ലാഭം നമുക്ക് എല്ലാവർക്കും കൂടി കമ്പനി തരുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ 60%. ഇത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരും വാങ്ങിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഈ പോയിന്റ് കൂടാൻ തുടങ്ങി. എൻ്റെ പേഴ്സണൽ പോയിന്റും അവരുടെ പോയിന്റും കൂടെ ചേർന്നിട്ട് 7 ആക്കി വരുന്ന സമയത്ത് എപ്പോഴാണോ പോയിന്റ് 600 ആവുന്നു ആ സമയത്ത് 8% ബോണസ് ലെവലിലേക്ക് പോകാൻ പറ്റും. ഇനി അഥവാ ഒരു സിംഗിൾ മാസം തന്നെ ജോയിൻ ചെയ്ത മാസം, സിംഗിൾ മാസം അല്ലെങ്കിൽ ജോയിൻ ചെയ്ത മാസം വേണമെന്നില്ല, ഒരു സിംഗിൾ മാസം 300 ആയി കഴിഞ്ഞാൽ നിങ്ങൾ 8% ഫാസ്റ്റ് ആയിട്ട് 8%ലേക്ക് പോകാൻ പറ്റും. ഒരു ചെറിയൊരു എമൗണ്ട് വരുമാനവും ഒരു 8% അല്ല 750 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വൗച്ചർ നമുക്ക് ഫ്രീ ആയി ഗിഫ്റ്റ് ആയി തരുന്നുണ്ടാവും. അത് സിംഗിൾ മന്തിൽ 300 പോയിൻ്റായി മതി. അടുത്തത് നമ്മുടെ പോയിന്റുകൾ കഴിഞ്ഞ മാസം, ഈ മാസം, അടുത്ത മാസം ഏഡായി നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ വാങ്ങിയ സമയത്ത് ആ പോയിന്റുകളൊക്കെ 2400 പോയിന്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ കമ്മീഷൻ ലെവൽ 12% പോകും. നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ 12%വും നിങ്ങളുടെ ഗ്രൂപ്പിൽ അവർ വാങ്ങിച്ചതിൻ്റെ ബാലൻസ് പേഴ്സൻറ്റ് അവരേതാണോ പൊസിഷൻ, അവർ 8 ബാലൻസ് 4%, അവർ 5% 7%, ഇത് നമ്മളിലേക്ക് വരുന്നുണ്ടാവും. എങ്ങനെ അത് 5500 പോയിന്റ് ക്യുമുലേറ്റീവായി കൂടി കഴിഞ്ഞ മാസം ഈ മാസം കൂടി 5500 ആവുന്ന സമയത്ത് നമ്മുടെ കമ്മീഷൻ ലെവൽ മാറും. 16%ലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ഈ സമയത്ത് 16% എത്തുന്ന സമയത്ത് നമുക്ക് ഡയറക്ടർ ആവാനുള്ള അവസരമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് 5500 പോയിന്റ് ആവുന്നത് നമ്മൾ ക്യുമുലേറ്റീവായി കൂടി ഓരോ മാസത്തെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡായി ചെയ്യണം ആഗ്രഹമുണ്ട്, പെട്ടെന്നൊരു വരുമാനം വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒരൊറ്റ മാസം 4500 ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ബ്രോൺസ് സെലക്ടർ ആവാൻ സാധിക്കും. ഒരു 18000 രൂപ സിംഗിൾ മാസം വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങളൊരു ഡയറക്ടർ ആവുന്ന സമയത്ത് 16% എത്തുന്ന സമയത്ത് എല്ലാ മാസവും 4500 പോയിന്റ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 15000 മുതൽ 25000 രൂപ വരെ വരുമാനം എല്ലാ മാസം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണത്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തിയുണ്ട് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ഒരാളെപ്പോലും ബിസിനസ് ജോയിൻ ആക്കിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വരുമാനം 50,000 കൂടുതൽ. അങ്ങനെയുള്ള ടെക്നിക്ക് പോലുണ്ട്. ഒരാളെപ്പോലും ബിസിനസ് ജോയിൻ ആക്കാതെ അത്രയും വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. വെറും ബ്രോൺസ് സെലക്ടർ മാത്രമായിക്കൊണ്ട് അങ്ങനെ വാങ്ങിക്കുന്ന പല ടെക്നിക്കും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിന് ഡയറക്ടർ ബോണസ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 15% ഡയറക്ടർ ബോണസാണ്. നമ്മൾ എപ്പോഴാണോ 5500 പോയിന്റ് ആവുന്നത് ടോട്ടൽ ആ മാസം, ഈ മാസമാണ് നിങ്ങൾ ഡയറക്ടറായി മാറുന്നെങ്കിൽ ഈ മാസത്തെ മാത്രം PV ഒരു 2000 PV, ഏകദേശം 60000 രൂപയുടെ ബിസിനസ് നിങ്ങൾ ഈ മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസും കൂടി ഒരു 15% എക്സ്ട്രാ കിട്ടും. നിങ്ങൾ വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ കൂടെ കുറച്ചും കൂടി എക്സ്ട്രാ പൈസ. അപ്പോൾ ഒരു 5000 രൂപയൊക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷൻ, 5000 മുതൽ 25000 രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണ്. ഇത് കറക്റ്റ് എമൗണ്ട് ആയിരിക്കില്ല. 5000 മുതൽ 4000, 5000, 6000, 10000, 25000 വരെ നമ്മുടെ ടീമിൽ നിന്ന് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയത് 3500 വാങ്ങിച്ച ആൾക്കാരുണ്ട്. 25000 രൂപ വരുമാനം വാങ്ങിച്ച ആൾക്കാർ ഈ പൊസിഷനിൽ എൻ്റെ ടീമിലുണ്ട്. ഇത് ടീം ബിൽഡിംഗ് ബോണസാണ്. ഇത് നമുക്കറിയാം, നമുക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറച്ചും കൂടെ ഒരു വരുമാനം. ഇപ്പോൾ ഒരു 50000 ശമ്പളമുള്ള വ്യക്തിക്ക് അത് 60000 രൂപയാക്കാൻ ചിലപ്പോൾ പറ്റൂല, അല്ലേ? അത് എങ്കിൽ ശമ്പളം കൂട്ടിയേ പറ്റും. നിങ്ങൾക്ക് ഈ മാസം ഒരു 50000 ശമ്പളം എല്ലാ മാസം കിട്ടിക്കൊണ്ടിരുന്ന ഈ മാസം കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. ഒരു 70000 രൂപ ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ടീം ബിൽഡിംഗ് ബോണസ് വാങ്ങിച്ചാൽ മതി. കുറച്ചും കൂടെ എക്സ്ട്രാ പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 3% എക്സ്ട്രാ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസും കൂടെ കിട്ടും. ഒരു 5000 വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു 8000 വാങ്ങിക്കാനും, 10000 വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു 15000 വാങ്ങിക്കാനും, 20000 വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു 30000 ആക്കാനും ഒരു അവസരമാണ് ഈ ടീം ബിൽഡിംഗ് ബോണസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടോ. നമുക്കൊന്ന് എക്സ്ട്രാ പണിയെടുത്താൽ മതി. ഇത് ലീഡർഷിപ്പ് ബോണസ്. ഇതാണ് ഏറ്റവും വലിയ ഇൻകം. LOB
ലീഡർഷിപ്പ് ഓവറേഡ് ബോണസ്. നമ്മുടെ താഴെയുള്ള വ്യക്തികൾക്ക് വരുമാനം, നമ്മളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്ക്, നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം വരുന്ന വ്യക്തിക്ക് വരുമാനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കൂടും. കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ ഒരു വരുമാനത്തിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം ഇത്രയും കൂടും. 18% ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന പൊസിഷനാണിത്. ഇതിന് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോടൊപ്പം 6 വ്യക്തികളുണ്ടായിരുന്നു. ഞാൻ എത്തിയ ലെവൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ആദ്യത്തെ വ്യക്തിക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കമ്പനി ഒരു വ്യക്തിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കമ്പനി പ്രൊമോഷൻ തന്നു, സിൽവർ ഡയറക്ടർ എന്നാണ്. ഞാൻ ഡയറക്ടറായി, ബ്രോൺസ് ഡയറക്ടറായി. അതിനുശേഷം എന്നോടൊപ്പം വന്ന ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് ഞാൻ സിൽവർ ഡയറക്ടർ ആവുന്നു. ആ സമയത്ത് എനിക്ക് വെസ്റ്റീജിൻ്റെ ട്രാവൽ ചെയ്യാൻ, ഏഷ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള ഫണ്ട് ആദ്യത്തെ മാസം 2500 രൂപ കിട്ടിയെങ്കിൽ അതിപ്പോൾ കൂടി വരാൻ തുടങ്ങി. വലിയ എമൗണ്ടായി. അതെല്ലാ മാസവും അവിടെ വന്ന് കിടക്കുകയാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി. 1 ലക്ഷത്തിനടുത്തുണ്ടിരിക്കും ട്രാവൽ ഫണ്ട് മാത്രം. വിദേശ യാത്ര പോകാൻ എനിക്ക് 2 പ്രാവശ്യം തായ്ലൻഡിൽ പോകേണ്ട പൈസ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 പ്രാവശ്യം തായ്ലൻഡ് യാത്ര ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയും പൈസ അക്കൗണ്ടിൽ കിടക്കാൻ, അത് യാത്ര ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ഒരു വ്യക്തിയെ വരുമാനത്തിൽ എത്തിച്ചു കൊടുത്താൽ മതി. ഈ സമയത്താണ് നമുക്ക് ഈ LOBയും ടീം ബിൽഡിംഗ് ബോണസൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നത്. അടുത്തത്, ഇത്രയും രാജ്യങ്ങളൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടാവും. കാർ ഫണ്ട് വാങ്ങിക്കുന്നത് എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ ട്രാവൽ ചെയ്യാൻ സാധിച്ചത്. 3 ഫാമിലിക്ക് വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാറ് വാങ്ങിക്കാനുള്ള ഫണ്ട് സ്റ്റാർട്ടാവും. ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ ലോകത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ 10-ാം തീയതി ആകുമ്പോൾ കാറിൻ്റെ EMI വരും. എത്ര കാർ വാങ്ങിച്ചാലും കുഴപ്പമില്ല, അത് നോൺ സ്റ്റോപ്പാണ്. ഈ പറഞ്ഞ ട്രാവൽ ഫണ്ടും കാർ ഫണ്ടും ഇനി പറയാൻ പോകുന്ന ഹൗസ് ഫണ്ടും നോൺ സ്റ്റോപ്പാണ്. നിലക്കാത്ത ഇൻകമാണ്. ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല. ഒരു പ്രാവശ്യം വാങ്ങിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ അക്കൗണ്ടിൽ കാർ ഫണ്ടും ട്രാവൽ ഫണ്ടും ഹൗസ് ഫണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്ത് ഇല്ലെങ്കിൽ പോലും നിങ്ങളെ കാലശേഷം 10 വർഷം കഴിഞ്ഞാലും ആ കാർ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. നിങ്ങളുടെ മക്കൾക്ക് സേഫ് ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. എത്ര കാർ വാങ്ങിക്കാൻ പറ്റും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ. ഇതിൽ 80,000 രൂപ വരെയാണ് മാക്സിമം കാറിൻ്റെ ഫണ്ട് കിട്ടുള്ളൂ. അതിന് താഴോട്ടായിരിക്കും എല്ലാ മാസം കിട്ടുക. 60,000 വരുമാനം കാർ ഫണ്ട് വാങ്ങിക്കുന്ന ആയിഷ മാഡം വരെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം കാറിൻ്റെ EMI 60,000 ആണ്. 25 ലക്ഷത്തിൻ്റെ 3 കാറുണ്ട് അവരുടെ വീട്ടിൽ. 1 കോടിയുടെ വീട് വെച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആയിഷ മാഡം മലപ്പുറം പെരിന്തൽമണ്ണ, മേലാറ്റൂരാണ് വീട്, പെരിന്തൽമണ്ണ അവർക്ക് ഷോപ്പുണ്ട്. ഇത് കാർ ഫണ്ട് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാഹനം, ഓടി കാറോ മെർസിഡീസ് ബെൻസോ പോർഷെ ആയിക്കോട്ടെ, റേഞ്ച് റോവർ, ഏത് വേണം, അതിൻ്റെ EMI കമ്പനിക്ക് പേ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ് അനുസരിച്ച്. അടുത്തത്, ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ലെവലാണിത്. ക്രൗൺ ഡയറക്ടർ. 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണ്. 1 ലക്ഷം മുതൽ മേലോട്ട് എത്ര വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണിത്. ഇതിന് 6 ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തണം. എന്നോടൊപ്പം ആദ്യം 6 ഫാമിലി വന്നു. ആ 6 ഫാമിലിക്കും വരുമാനം എത്തിച്ചു കൊടുത്തപ്പോൾ ഞാൻ ക്രൗൺ ഡയറക്ടറായി മാറി. ഇവിടെയാണ് 3% വീട് വെക്കാനുള്ള ഫണ്ട് സ്റ്റാർട്ടാക്കുന്നത്. അതും മിനിമം ഒരു 10,000 ഒക്കെ വരുന്നുണ്ടാവും. കുറേ കഴിയുമ്പോൾ മാക്സിമം 1 ലക്ഷം രൂപ വരെ വീടിൻ്റെ ഫണ്ട് തരും. ഒരു മാസം 1 ലക്ഷം രൂപ ഹൗസ് ഫണ്ട് വരുവാണെങ്കിൽ ഒരു വർഷം 10 ലക്ഷം രൂപയിൽ 12 വീട് വെച്ച ആൾക്കാർ പോലും വെസ്റ്റീജിലുണ്ട്. 12 സ്വന്തം വീട് വെച്ച ആൾക്കാർ വെസ്റ്റീജിലുണ്ട്. മനസ്സിലായോ? അത്രയ്ക്കും സാധ്യതകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെങ്കിൽ 2.5 കോടിയുടെ വീട് തിരുവനന്തപുരം മലയങ്കിയിൽ നമ്മുടെ സാർ വെച്ചിട്ടുണ്ട്. 75 ലക്ഷത്തിൻ്റെ ഒരു വീട് വില്ല കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ഭാസ്കർ സാർ നമ്മുടെ കപ്ലൈൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം 5 സ്റ്റാർ ഹോട്ടലിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഇന്ന് വയസ്സ് 76ാമത്തെ വയസ്സ്. ഇപ്പോഴും ഹോസ്പിറ്റലാണ് ഉള്ളത്. 5 ലക്ഷം രൂപ മാസം വരുമാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഒരു ജോലിയും ചെയ്യാതെ 76ാമത്തെ വയസ്സിൽ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുക. അപ്പോൾ അത്രയ്ക്കും സാധ്യതകൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലുണ്ട്. നിങ്ങൾ ഷോപ്പ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വീട്, എത്ര സ്ക്വയർ ഫീറ്റ് ആയിട്ട് വീടോ ഫ്ലാറ്റോ എന്ത് വേണമെങ്കിലും വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. ഏത് സംസ്ഥാനത്തോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഹൗസ് ഫണ്ട് എല്ലാ മാസം വരുന്നുണ്ട്. അടുത്തത് 9ാമത്തെ വരുമാനം എലൈറ്റ് ക്ലബ്ബ് ബോണസ്. ഇതെങ്ങനെയാണ് വാങ്ങിക്കാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എത്തിയിരിക്കുന്ന 6 ഓർഗനൈസേഷൻ്റെ വരുമാനം വാങ്ങിച്ചു ക്രൗൺ ഡയറക്ടറായി. എൻ്റെ 7ാമത്തെയും 8ാമത്തെയും ടീം സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൽ 7ാമത്തെ ടീം ഈ മാസം വരുമാനത്തിൽ എത്താൻ പോവാണ്. ഒരു ടീമും കൂടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 9ാമത്തെ വരുമാനം എലൈറ്റ് ക്ലബ്ബ് ബോണസ് വാങ്ങിക്കാൻ സാധിക്കും. അതും ഈ മിനിമം 10,000 15,000 സ്റ്റാർട്ടിങ്ങിൽ വരുള്ളൂ. 20 ലക്ഷം വരെ വാങ്ങിക്കുന്ന ആൾക്കാരിൻ്റെ അതിൻ്റെ ഒരു മാസം കേട്ടോ. 9ാമത്തെ വരുമാനം മാത്രം 20 ലക്ഷം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് കൊച്ചിയിൽ വന്നിട്ടുണ്ട് SP ബരൽ സാർ. അദ്ദേഹം എലൈറ്റ് ക്ലബ്ബ് ബോണസ് മാത്രം 20 ലക്ഷം വാങ്ങിക്കുന്നു. ഈ 9ാമത്തെ വരുമാനം മാത്രം 20 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരുമാനം 75 ലക്ഷം രൂപയാണ്. വെസ്റ്റീജ് കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ഇൻകം വാങ്ങിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് നമ്മുടെ സാർ. 1ാമത്തെ വ്യക്തി
സിദ്ധാർത്ഥ് സിംഗ് ആണ് 1,68,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്നത്. 1,68,00,000 രൂപ ഒരു മാസ വരുമാനം പറഞ്ഞത്. അദ്ദേഹം 19 വർഷം 20 വർഷത്തിനടുത്തായി വെസ്റ്റീജിൽ ജോയിൻ ചെയ്തിട്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഡയറക്ട് സെല്ലിലേക്ക് കൊണ്ടുവന്നത്. ആംബെ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു, അതിനുശേഷം അതിലേക്ക് വെസ്റ്റീജിൽ വന്നാൽ. ഇവിടെ 8 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറിലേക്ക് പോവാം. ഇനി 12 ഓർഗനൈസേഷൻ 12 ഫാമിലിക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്താൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന പൊസിഷൻ 6 വ്യക്തിയാണെങ്കിൽ 12 ഫാമിലി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഡബിൾ ക്രൗൺ ആവും മാറും. ഞാൻ ഈ പറഞ്ഞ 8 ഓർഗനൈസേഷൻ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണെങ്കിൽ 16 ഫാമിലി വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഹയസ്റ്റ് പിൻ. ഇതിൽ 5 ലക്ഷം മുതൽ ഈ പറഞ്ഞ 1,68,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന പൊസിഷനാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇത്രയും വരുമാനം വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. ഈ 8 ഓർഗനൈസേഷനും 12 ഓർഗനൈസേഷനും 16 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ നല്ല പണിയാണ്. നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും സാധിക്കില്ല. അവിടെയാണ് കമ്പനി ആൾട്ടർനേറ്റീവായിട്ട് വീണ്ടും ഒരു അവസരം തന്നിരിക്കണം. നിങ്ങൾ 6 ടീമിൽ വർക്ക് ചെയ്തോളൂ. അതാണ് എന്നും ഞങ്ങൾ പറയുന്ന 6 ടീം മതി. 6 ടീമിൽ ഫോക്കസ് ചെയ്താൽ പോലും ഈ പറയുന്ന 1 കോടി രൂപ പോലും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ 6 ടീമിലുണ്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പിൻ ലെവൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7ാമത്തെ 8ാമത്തെ ടീം ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് സൈഡിലൂടെ അങ്ങ് പോകുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡിജിറ്റലായിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചെയ്യാം. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിലോ ബസ്സിലോ ഹോസ്പിറ്റലിലോ എവിടെ ആയിക്കോട്ടെ, വർക്കിംഗ് പ്ലേസിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും പുറത്തിറങ്ങാതെ. ഇനി ഫിസിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ ഷോപ്പുകളും DLCP ഓഫീസൊക്കെ അവൈലബിൾ ആണ്, ട്രെയിനിങ്സ് അവൈലബിൾ ആണ്. അവിടെ പോയി അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾക്ക് ലോകം മുഴുവൻ ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ ചെയ്യുമ്പോൾ വണ്ടിക്കൂലി ചിലവാകും, ഡിജിറ്റൽ ചെയ്യുമ്പോൾ ഒന്നും ചിലവില്ല. വീട്ടിൽ ലുങ്കിട്ടോ മാക്സിട്ടോ നമുക്കിത് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്ലേ സ്റ്റോറിൽ പോയി വെസ്റ്റീജ് കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID പാസ്വേഡും അത് ഓപ്പൺ ചെയ്യാനുള്ള ID നമ്പറും പാസ്വേഡും കമ്പനിയിൽ വാങ്ങിച്ചതുണ്ടാവും. അതിനുശേഷം സ്ഥിരമായിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ബിസിനസ് പഠിക്കുക. ആദ്യത്തെ 3 മാസം ഒരു LKG സ്റ്റുഡൻ്റ് ആയിട്ടെങ്കിലും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇത് പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, നമ്മളെ ഇന്ന് എന്താ ചെയ്യുന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ പൈസ കൊടുത്ത് ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കുകയാണ്. മക്കൾ പഠിച്ച് ഒരു ജോലി അന്വേഷിച്ച് നാട്ടിലെന്തെങ്കിലും ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ. ബാക്കിയുള്ള ആശാന്മാർ മൊത്തം ഗൾഫിലേക്ക് പോകുക, ദുബായിലേക്ക് പോകുക. ഇന്ത്യക്കാർക്ക് വിസ കിട്ടാനില്ല കേട്ടോ. അറിയോ, കഴിഞ്ഞ വർഷം ഞാൻ വിസ എടുത്ത പൈസനേക്കാളും 40,000 രൂപ എക്സ്ട്രയാണ് എനിക്ക് വിസക്ക് പൈസ വാങ്ങിച്ചത്. ഇന്ത്യക്കാർ വേണ്ട ദുബായിക്ക്. മറ്റുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യക്കാർ വേണ്ട. കാരണം ആഫ്രിക്കക്കാർ വന്ന് പണിയെടുക്കുന്നത് നാട്ടിലെ 12,000 രൂപക്കാണ്. ഗൾഫിൽ പണിയെടുക്കുന്നത് 12,000 രൂപക്കാണ്. അവരെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓടിപ്പോവും. ആഫ്രിക്കക്കാരുടെ ഫിലിപ്പീൻസിൽ ഇംഗ്ലീഷ് അവരെ മതി. ഇവിടെ ദുബായിൽ ഓഫീസിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഓഫീസിൽ അവർ മതി. മലയാളീസ് വേണ്ട, ഇന്ത്യക്കാർ വേണ്ട. മലയാളീസ് വരുമ്പോൾ ലക്ഷങ്ങൾ വരുമാനം കൊടുക്കേണ്ടതുകൊണ്ട് ഇപ്പോൾ ഗൾഫിലേക്ക് വരാൻ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമുള്ളവർ മാത്രം വന്നാലേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലും ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. ഇന്ന് ഞാനൊരു പയ്യനെ കണ്ടു, MBA കഴിഞ്ഞ് വന്നിരിക്കുന്ന പയ്യനാണ്. ചായ പാർസലിൽ വീട്ടിൽ ഡെലിവറി കൊണ്ടിരിക്കുക. മലയാളി പയ്യൻ ലിഫ്റ്റിൽ വെച്ച് കണ്ട സമയത്ത് എന്നോട് ചോദിക്കുക, ചേട്ടാ എന്തെങ്കിലും ജോലിയാക്കി തരാൻ പറ്റും? ഞാൻ എന്താ പഠിച്ച് MBA കഴിഞ്ഞതാണ്. ഇപ്പോൾ എവിടെയുള്ള ഞാൻ താഴത്തെ ഹോട്ടലിൽ ഡെലിവറി കൊടുക്കുക. എന്തിനാണ് അവിടെ ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാതെ കുറേ ദിവസം ആ ഹോട്ടലിൽ പോയി ചോദിച്ചപ്പോൾ അവർ ജോലി തന്നെയാണ് പറഞ്ഞു. 6 പ്രാവശ്യം വിസ എടുത്തു. ഉള്ള പൈസ കംപ്ലീറ്റ് കളഞ്ഞ് വീട്ടിൽ ചോദിക്കാൻ മടി. എന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് പണിയെടുത്ത് ഡെലിവറി കൊടുത്തുകൊണ്ടിരിക്കുക, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. MBA കഴിഞ്ഞ് വന്ന പയ്യനാണ്. ആലോചിച്ച് നോക്കിയേ. ഇതാണ് അവസ്ഥ നമ്മുടെ നാട്ടിലെ. മക്കളെ പഠിപ്പിക്കുന്ന അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് ലക്ഷങ്ങൾ വരുമാനം കിട്ടുമെന്ന് വെച്ച് കാരണം എത്രയോ ലോൺ എടുത്ത് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഒന്നുമില്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് മക്കളെയും കണ്ടുകൂടാണ്ടാവും. അപ്പോൾ പറയും ഇവൻ എങ്ങനെയും കൊടുന്ന് കൊണ്ടുപോകാൻ പറയും. എന്നോട് ഒരുപാട് അച്ഛനമ്മമാർ നാട്ടിൽ വിളിക്കാറുണ്ട്. എൻ്റെ ചെറുക്കനോട് കറങ്ങി നടക്കുകയാണ്, രാത്രി മൊബൈൽ ഉപയോഗിച്ച് വെറുതെ അത് നോക്കിയിരിക്കും, ഒരു പണിയില്ല. അവരെ വിചാരം പണി കിട്ടാനിട്ടാന്ന് അവരെ ചിന്തിക്കുന്നില്ല. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും മക്കളെ. നമ്മളോട് പറയും എന്ത് പൈസ ശമ്പളമൊന്നും വേണ്ട, നീ ഇവിടുന്ന് കൊണ്ടുപോയി തന്നാൽ മതി എന്ന് പറയും. വിസക്ക് വേണമെങ്കിൽ പൈസ അങ്ങോട്ട് തരാൻ പറയും. അതിനൊക്കെ റെഡിയാണ്. പൈസ ഇഷ്ടംമാരെ അച്ഛനമ്മമാരെ ഉണ്ടാവും. എന്നിട്ടാകുമ്പോൾ ഇവിടെ വന്ന് അവർക്ക് ജോലി ആയി കഴിഞ്ഞാൽ അവർ കല്യാണം കഴിഞ്ഞാൽ അവരുടെ സൈഡിലും പോകും. ഈ പറഞ്ഞ അച്ഛനമ്മമാരോട് ഒറ്റക്കാവും. ഇതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ മക്കളെ ഇതിൻ്റെ കൂടെ നമ്മളോടൊപ്പം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഒരു ബിസിനസ് അവസരം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കും. പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഐഡിയ എടുക്കാം. എന്നിട്ട് അവരെ പഠിക്കാൻ വിട്ടോളൂ. അവരുടെ ആഗ്രഹമല്ലേ പഠിച്ചോട്ടെ, ജോലി കിട്ടുവാണെങ്കിൽ ജോലി വാങ്ങിച്ചോട്ടെ. പക്ഷേ ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അവരെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ. ആരോഗ്യം എന്തിനാണെന്നറിയോ? അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ മക്കൾക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് പ്രായമായി ഒന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് കുത്തുകൾ കൊള്ളേണ്ടി, 2 ചവിട്ടും കുത്തൊക്കെ കൊള്ളേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ 2-3 വർത്താനൊക്കെ കേൾക്കേണ്ടി വരും മക്കൾ നോക്കുന്ന സമയത്ത്.
അത് വേണോ അല്ല ഒന്ന് മാറി ചിന്തിക്കണോ? ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുമാനം വരുന്നെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്ത് മക്കൾ ഇരിക്കുന്നുണ്ടാവും. ആ ലെവലിൽ മാറി ചിന്തിക്കേണ്ട സമയം കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ് ഞാൻ ഈ പറഞ്ഞ വെസ്റ്റീജ് ബിസിനസ്. 18 വർഷം ഒരു കമ്പനിയിൽ 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച ഞാൻ ആ ജോലി റിസൈൻ ചെയ്യുന്ന സമയത്ത് പേടിച്ചിട്ട് റിസൈൻ ചെയ്തെങ്കിലും എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നീ കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്, ഇവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ആൾക്കാർ കഷ്ടപ്പെടുന്നു, ആ സമയത്ത് നീ ജോലി രാജിവെക്കുന്നത് ശരിയല്ല പറഞ്ഞപ്പോൾ ഞാൻ കുഴപ്പമില്ലെന്നാണ്. അത്രത്തോളം എനിക്ക് കോൺഫിഡൻറ്റ് വന്നത് വെസ്റ്റീജ് കമ്പനിയുടെ മാനേജ്മെൻറ്റിലാണ്, ആ വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിലാണ്. ഒന്നുമില്ലെങ്കിൽ പോലും 1 ലക്ഷം രൂപ വരുമാനം നാട്ടിൽ പോയി വാങ്ങിക്കാൻ സാധിക്കും എനിക്ക് വെസ്റ്റീജിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നതും അടുത്ത വർഷം ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചതും. ഇത് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഏകദേശം 10 ലക്ഷം രൂപ ഇത് എപ്പോഴും ഞാൻ കാണിക്കുന്നതിനാണ്, എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇത് വാങ്ങിച്ചേ ഷാജി മിത്തൽ അടങ്ങുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുള്ള നെഗറ്റീവ് പ്രൊഡക്റ്റുകളെടുത്ത് സഞ്ചിയിൽ കെട്ടിയിട്ട് പുറത്തോട്ട് കളയാം. കോൾഗേറ്റ്, ക്ലോസപ്പ്, സന്തൂർ എല്ലാം എടുത്ത് കളയാം. അങ്ങനത്തെ ഒരു സോപ്പും പേസ്റ്റും നമുക്കിനി വേണ്ട. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന വെസ്റ്റീജ് കമ്പനിയുടെ 21 വർഷമായിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയോടൊപ്പം നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ, വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ട. ഒരു നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു നോർമൽ വിലയിൽ 50 രൂപയുടെ സോപ്പും 72 രൂപയുടെ പേസ്റ്റും വാങ്ങിക്കുന്ന വലിയ വിലയൊന്നുമല്ല. അത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ 1000 രൂപയുടെ സാധനം എല്ലാവർക്കും ആവശ്യമുള്ളതിന് ഏതൊരു സാധാരണക്കാരന് ആവശ്യമുള്ളതാണ്. പല്ല് തേക്കാതെ കുളിക്കാത്ത ഒരു പാവപ്പെട്ടവൻ നമ്മുടെ നാട്ടിലില്ല. പാത്രം കഴുകാതെ ആരും ഭക്ഷണം കഴിക്കാറില്ല. തുണി കഴുകാതെ ആരും പുറത്തിറങ്ങില്ല. എങ്കിൽ എത്ര മണം അടിച്ചാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴുകില്ല. സോപ്പ് പൊടിയുണ്ട് ഇതിനകത്ത്, പാത്രം കഴുകാനുണ്ട്, തുണി കഴുകാനുണ്ട്, ടോയ്ലറ്റ് കഴുകാനുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, കുക്കിംഗ് ഓയിലുണ്ട്, ചായപ്പൊടിയുണ്ട്, കോഫി പൊടിയുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ആവശ്യമുള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ കൃഷിയുണ്ട്, ആ കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ 1-2 തെങ്ങോ കവുങ്ങോ വീട്ടിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് വിളവുകൾ കൂടുതൽ എടുക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ വീട്ടിലൊക്കെ ഉള്ള തെങ്ങിൽ 3-4 തേങ്ങ ഉണ്ടാവും. അപ്പോൾ തേങ്ങ പറിക്കാൻ പോകുന്ന ആളെ അതിലേക്ക് പോകുമ്പോൾ അമ്മ പറഞ്ഞാൽ പറയും, അത് ഞാൻ കയറിയാൽ നിങ്ങൾക്ക് മുതലാവില്ല, അത് വീഴുമ്പോൾ കറി വെച്ചാന്ന് പറയും. അപ്പോൾ അമ്മ അത് വീഴുമ്പോൾ മാത്രമേ കറി വെക്കാൻ, അതാണെങ്കിൽ വീഴില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ അഗ്രി പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ 1-2-3 തെങ്ങുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാതിരി തേങ്ങ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിലൂടെ നല്ല വീട്ടിലെ കാര്യങ്ങൾ അവിടെ നടന്നു പോകുന്നുണ്ടാവും. അല്ലാതെ നല്ല കുറച്ച് 1 ഏക്കർ 2 ഏക്കർ തെങ്ങും തോട്ടവും കവുങ്ങൊക്കെ ആൾക്കാർ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വിളവുണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ് അവിടെ വലുതാക്കി കൊണ്ടുവരാൻ സാധിക്കും. നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. ഒറ്റ റിക്വസ്റ്റ്, നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പല മണി ചെയിനും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആ കമ്പനിയല്ല വെസ്റ്റീജ് സുഹൃത്തുക്കളെ. നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാനുള്ള ഒരു കമ്പനി, വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം വരുമാനം കൊടുക്കുന്ന കമ്പനി. അല്ലാതെ മേലുള്ള ലീഡർമാരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അവരുടെ വരുമാനം കണ്ടിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനം വാങ്ങിക്കാനല്ല. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് നിങ്ങൾ പണിയെടുത്താലും മാത്രമേ കിട്ടുള്ളൂ. അതിന് നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ നിൽക്കുക. എല്ലാവിധ സപ്പോർട്ടും തരാൻ നമ്മൾ റെഡിയാണ്. നമ്മുടെ എല്ലാ ലീഡേഴ്സും നല്ല കട്ടാക്കി നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നത്, എന്നേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള, എന്നേക്കാളും കഴിവുള്ള, എന്നേക്കാളും വിദ്യാഭ്യാസമുള്ള ഒരുപാട് ലീഡേഴ്സ് എന്നോടൊപ്പം ഉണ്ട്. അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുക. ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം തരാം. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 2 മിനിറ്റ് എനിക്ക് വെള്ളം കുടിക്കാൻ സമയം തന്നെ. ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഒറ്റ മിനിറ്റ് അൺമ്യൂട്ട് ആക്കി തരേ. ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ 2 മിനിറ്റ് കൊണ്ട് റിപ്ലൈ തരാം. വളരെ നല്ല രീതിയിൽ തന്നെ ഓറിയന്റേഷൻ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു. നല്ല സുഖമുണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കാനായിട്ട്. 1.5 മണിക്കൂറായി സാറ് സംസാരിക്കുന്നു. അപ്പോ അത്രയും സമയം 1.5 മണിക്കൂർ നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട്, അത്രയും കമ്മിറ്റഡ് ആയിട്ട്, അത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അല്ലെങ്കിൽ ഇത്രയും സമയം തൊണ്ട പൊട്ടി സംസാരിക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം ഇങ്ങനെ ത്രൂ ഔട്ട് ആയിട്ട് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ ഓരോരുത്തരും സെഷൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷൻ നമ്മൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും.
നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മളുടെ ഭാവി എന്താ പറയാ ശോഭനമാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള അവസരമാണ്. സാർ വെള്ളം കുടിക്കുന്നത് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സംസാരിച്ചത്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട്സ് ചോദിക്കാം. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആരെങ്കിലും ചോദിച്ചോ? ഒന്ന് രണ്ടാൾക്കാർ എന്തെങ്കിലും ചോദിച്ചോ? പുതിയ ആളാണെന്നില്ല, പഴയ ആൾ ചോദിച്ചോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 1.5 മണിക്കൂർ സെഷൻ ആക്കിയത്. നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. ഒരുവിധം 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ എനിക്കറിയാം. എത്ര വരെ എന്താണുള്ളത് അതിനപ്പുറം എനിക്കറിയില്ല. അതിനപ്പുറം ഞാൻ പഠിക്കണത്. ഹലോ സാർ, ഗുഡ് ഈവനിങ്. അല്ലേടാ പറയും. സാർ, നമ്മുടെ ഈ പെർഫോമൻസ് ബോണസ് പറഞ്ഞില്ലേ, 5 to 15% അത് എങ്ങനെയാ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? അത് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ലെവൽ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിനിങ് നടക്കുന്ന സമയത്ത് എത്ര ജോയിനിങ് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നടക്കുന്ന ആ പർച്ചേസിങ് അതിൻ്റെ PV നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഓരോ ആൾക്കാർ പർച്ചേസ് സമയത്തെല്ലാം നമ്മളൊരു ബ്രോൺസ് സെലക്ടർ ആവുന്നത് വരെ 16% ആവുന്നത് വരെ നമുക്ക് ഇടുന്ന പെർഫോമൻസ് ബോണസ് ടോട്ടൽ വോളിയത്തിൻ്റെ ആയിരിക്കും. ഇപ്പോൾ അനിലേട്ടൻ 8% എത്തിയ വ്യക്തിയാണ്. അനിലേട്ടൻ്റെ 8% ആണെങ്കിൽ താങ്കൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ 8% താങ്കൾക്ക് ലഭിക്കും. താങ്കളുടെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തി 5% സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വ്യക്തിയുടെ 3% നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അനിലേട്ടൻ ഒരു 3 ടീം നേരിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 പേരും 5% ഉണ്ടാവും. ജോയിനിങ് 5% വരും. അവർ 3 പേരും പർച്ചേസ് ചെയ്തതിൻ്റെ 3% അനിലേട്ടന് വരുന്നുണ്ടാവും. അതാണ് നിങ്ങളെ സ്റ്റാർട്ടിങ്. നമ്മൾ തുടക്കത്തിൽ ചെറിയ വരുമാനം അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം 3% മാത്രമേ വരുന്നുള്ളൂ. ചിലപ്പോൾ നമ്മളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ കുറച്ചേ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറിയ എമൗണ്ടേ ഉണ്ടാവും. അതുകൊണ്ടാണ് ആദ്യത്തെ വരുമാനം നോക്കാതെ വർക്ക് ചെയ്യാൻ പറഞ്ഞത്. അതിന് 8% ആയിക്കഴിഞ്ഞാൽ, ഇതും കൂടെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, 8% ആയിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 6 ടീമിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പതുക്കെ 3, 4, 5 ടീം 6 ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 8% ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് നമ്മളെ കൂടെ വന്ന വ്യക്തിയെ 8% ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാണ്ട് ഞാൻ പറഞ്ഞു 8 മിനിറ്റ് ചോദിച്ചു. നമ്മളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ഒരാൾ 8% ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ അനിലേട്ടൻ്റെ 3 ടീം ഉണ്ടെങ്കിൽ ഒരാൾ 8% ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടില്ല. അതിനകത്ത് നിന്ന് വരുമാനം വരണമെങ്കിൽ നിങ്ങൾ ലെവൽ 12% പോകണം. ഓക്കെ, അത് നെഗറ്റീവായി കാണണ്ട കേട്ടോ. നിങ്ങൾ അത് നെഗറ്റീവായി കാണണ്ട. അത് ബിസിനസ് വലിയ ഹയറിലേക്ക് പോകേണ്ട ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ കൂടെ 3 ടീം ഉണ്ടെങ്കിൽ ഈ 3 ടീമും 8% ആണെങ്കിൽ നിങ്ങൾ 4ാമത്തെ ടീമിൽ നിന്ന് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ PV ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യത്തെ വരുമാനം നോക്കാതെ വർക്ക് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മൈൻഡിൽ താഴെയുള്ള ആൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കേണ്ട ചിന്ത വരും. അതുകൊണ്ട് എപ്പോഴും പറഞ്ഞു, നമ്മൾ താഴെയുള്ളവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ അവർ നമ്മളോടൊപ്പം എന്നും ഉണ്ടാവുള്ളൂ. അവരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ലൈഫ് ലോങ് നിൽക്കുള്ളൂ. അല്ല നിങ്ങൾക്ക് തൽക്കാലം 1 മാസം വരുമാനം മാത്രം മതിയെങ്കിൽ അവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നമ്മൾ അവരെ കൊണ്ട് സാധനം പർച്ചേസ് ചെയ്തിട്ട് വരുമാനം എടുക്കാം. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പല കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും കൂടെ നിൽക്കുന്നവരുടെ വരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും വരുമാനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തായോ, നമ്മൾ ഏത് പൊസിഷനായോ ആ പൊസിഷൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ ആക്കിക്കൊണ്ടിരിക്കുക. 6 വ്യക്തികളുണ്ടെങ്കിൽ 6 വ്യക്തികളെ 8% ആക്കാം. അപ്പോഴേക്കും ഏകദേശം ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് ക്യുമുലേറ്റീവായി നിങ്ങൾ 12% എത്തിയിട്ടുണ്ടാവും. 12% ആകുമ്പം ഇവരെല്ലാം 8% ആണെങ്കിൽ അതിനകത്ത് നല്ല 4% കിട്ടും. ഇനി അഥവാ പുതിയൊരു ജോയിനിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 7% കിട്ടും. നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ 12% കിട്ടും. നിങ്ങൾ പേഴ്സണൽ PV എത്ര കൂട്ടുന്നോ അത്രയും 12% കൂടുന്നുണ്ട്. അതാണ് പെർഫോമൻസ് ബോണസ്. അല്ല സാറേ, താഴെ വന്ന വ്യക്തിനെ നമ്മൾ അത് എങ്ങനെ ആ ഒരു ഐഡിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അല്ലല്ല, നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ കൊണ്ടുവന്നത് അതുപോലെ താഴെയുള്ള വ്യക്തി ഒരാളെ കൊണ്ടുവരുമല്ലോ. അതെ. അപ്പൊ അവര് താഴെ ആൾക്കാർ വരുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ 8% ആവില്ലേ? അല്ല, അവര് ഇൻ കേസ് അവർ പർച്ചേസ് ചെയ്തില്ല എന്ന് വെക്കുക, പർച്ചേസ് ചെയ്തിട്ട് കട അടച്ച് ഷട്ടർ ഇട്ട പോലെ തന്നെ അവസ്ഥ. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മൾ പർച്ചേസ് സാധനം വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കട അടിപൊളി കട ഹണി റോസ് വന്ന് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കസ്റ്റമർ ഒന്നും ഇല്ലെങ്കിൽ ഹണി റോസിന് കൊടുത്ത 12 ലക്ഷം രൂപ നഷ്ടം. അത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര കറക്റ്റ് എമൗണ്ട് പറഞ്ഞ് 12 ലക്ഷം അവരെ ചാർജ് കേട്ടോ. ഉദ്ഘാടനം ചെയ്ത കസ്റ്റമർ വെറുതെ ആയിപ്പോൾ. കാരണം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഉള്ളൂ, കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ഉള്ളൂ. അപ്പോൾ കച്ചവടം നടക്കാൻ വേണ്ടി, ബിസിനസ് നടക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഡ്യൂട്ടി
അല്ല, സിനിമാ താരങ്ങളില്ല, അത് നമ്മളാണ് സെലിബ്രിറ്റി. ഞാനാണ് ഐശ്വര്യ റായ്, മമ്മൂട്ടി, മോഹൻലാലായി മാറേണ്ടത്. എന്നെയല്ല പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞത്. നമ്മളാണ് സെലിബ്രിറ്റിയായി മാറുന്നത്. നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് ആൾക്കാർ സാധനം വാങ്ങിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച ക്വാളിറ്റിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ 5 കോടി രൂപ വാങ്ങിച്ചിട്ട് ലക്സ് സോപ്പ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ലോകസുന്ദരി ചെയ്യുന്നതല്ല പറയുന്നത്. ഇത് സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പറയുന്നത് നമുക്ക് അറിയുന്ന ആൾക്കാരോടാണ്. അപ്പോൾ അവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ചങ്ങായിമാർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവില്ല. അവർക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ഐശ്വര്യ റായ്, ഷാറൂഖ് ഖാൻ ഇവരൊക്കെ പറഞ്ഞാൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. പക്ഷേ ചങ്കാണ് ചുമലിൽ കൈവച്ച് നടക്കുന്നുണ്ടാവും, എല്ലാ സ്ഥലത്തും ഒരുമിച്ചുണ്ടാവും. ആവശ്യം വരുമ്പോൾ അവർ കാണൂല. അങ്ങനെ നമ്മളെ ചങ്ങായിമാരും ബന്ധക്കാരുടെ അവസ്ഥ. ഇവിടെ നമ്മൾ പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഡോക്ടറോട് ചോദിക്കണോ ചോദിക്കും. പക്ഷേ മമ്മൂട്ടി, മോഹൻലാലും പറഞ്ഞാൽ ഡോക്ടറോടും ചോദിക്കേണ്ട, സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കള്ള് കുടിക്കാൻ പാടില്ലാന്ന് എപ്പോഴും സിനിമയിൽ പറയും, പക്ഷേ കള്ള് കുടിക്കുമ്പോൾ ഡോക്ടറോട് ചോദിക്കാറില്ല. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമായി കാണിക്കുമ്പോഴും അത് കാണിച്ചാലും അതിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാലും അത് വലിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ ഒരു ഫുഡ് സപ്ലിമെൻറ്റേഷൻ കഴിക്കാൻ പറയുമ്പോൾ ഡോക്ടറോട് ചോദിക്കണോ, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഡോക്ടറോട് ചോദിക്കണോ, നമ്മളെ കമ്പനിയുടെ സോപ്പ് ഉപയോഗിക്കാൻ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ടെൻഷനാണ് ആൾക്കാർ. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കോൺഫിഡൻറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബിസിനസ് വളരുന്നുണ്ടാവും, നമ്മളോടൊപ്പം ആൾക്കാർ കണക്റ്റ് ആവുന്നുണ്ടാവും. നമ്മളോടൊപ്പം ആൾക്കാർ കണക്റ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും ഇതിലൊരാൾ ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ വാക്കുകൾ കേട്ട് ആ മോട്ടിവേഷനിൽ ജോയിൻ ആകുന്ന ആൾക്കാരാണ്. പക്ഷെ ആ വ്യക്തികൾ രണ്ടാമത്തെ ദിവസം ഐഡിയ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഐഡിയ എടുക്കുന്നുണ്ടോ, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാതെ എന്തുകൊണ്ടാണെന്ന് അറിയോ? അവർ പോയിട്ട് അവരെ ചങ്ങായിമാരെ ആദ്യം പോയി കാണുക. അവർക്ക് വേണ്ടപ്പെട്ടത് നമ്മളല്ല, അവരെ ചങ്ങായിമാരും ബന്ധക്കാരാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേൾക്കുന്ന അവിടെ നിന്നാണ്. അതോടുകൂടി അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പരിപാടി സ്റ്റോപ്പായി. അവരോട് പറയാം, നിങ്ങൾ ഇപ്പോഴൊന്നും ബിസിനസ് ചെയ്യേണ്ട, സമാധാനത്തിൽ ബിസിനസ് മനസ്സിലാക്കുക, പഠിക്കുക, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു പറയുമ്പം അവർക്ക് മനസ്സിലാവും ഇത് നമ്മൾ ആ പരിപാടി പോലത്തെ അല്ല, എന്തെങ്കിലും ഉണ്ടാവും എന്ന് കേട്ട് നോക്കാൻ തോന്നുന്നുണ്ടോ. അപ്പോൾ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ അവർക്കൊരു ടീം ഉണ്ടാക്കി കൊടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കുറേ ജോയിനിങ് ആക്കി ഇങ്ങനെ വരിവരിയായി ജോയിനിങ് ആക്കി പോയി കഴിഞ്ഞാൽ ആദ്യം ജോയിൻ ചെയ്താൽ കാണൂല. അവിടെ ഓട്ടോ ബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ നിങ്ങളിപ്പോൾ ആദ്യം ജോയിൻ ചെയ്ത് പേക്കോട്ട് നോക്കുമ്പോൾ അയാളെ കാണാണ്ടാവില്ല, അയാൾ നിർത്തിപ്പോയിട്ടുണ്ടോ. ഇങ്ങനെ ജോയിനിങ് ആക്കി പോവും. അങ്ങനെ ചെയ്യാതെ ആദ്യം തന്നെ ഒരു 3 ടീമിൽ ഫോക്കസ് ചെയ്യുക. ആ 3 ടീമിലുള്ള ലീഡർമാരെ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കുക. ആ 3 ടീമിലുള്ള ആൾക്കാരെ നമ്മളോടൊപ്പം കൂടെ നിർത്തി അവർക്ക് ഒരു കോൺഫിഡൻറ്റ് കൊടുത്ത് അവർക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുത്ത് അവരെ ബിസിനസ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവർ ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്ക് നടക്കാനായി എന്ന് കാണുമ്പോൾ അടുത്ത 2-3 ടീം കൂടെ സെറ്റാക്കുക. അല്ലേ, നമ്മളെ കുട്ടികളൊന്ന് വളർന്ന് വലുതേ ഒറ്റയ്ക്ക് നടക്കാനാകുമ്പോൾ നമ്മൾ അടുത്ത കുട്ടികൾ വരുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഒരു 3 കുട്ടികൾ നമ്മൾ ആദ്യം നടത്താൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ പിടിക്കാതെ വീണ് പോകുന്നില്ല, നേരെ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് അടുത്ത 3 ടീമിനെ സെറ്റാക്കി വെക്കുക. ആ 6 ടീം പോകുന്ന സമയത്ത് ഈ 6 ടീമിനെ സ്ട്രെങ്തൻ ചെയ്ത് താഴോട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് ബിൽഡിങ് ചെയ്ത് ഡെപ്ത് ഡ്രൈവ് ചെയ്ത് പോവുക. അത് രണ്ടും 2 കാര്യമാണ്. ഡെപ്ത് ബിൽഡിങ്ങും ഡെപ്ത് ഡ്രൈവിംഗ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം ലക്ഷങ്ങളിലേക്ക് പോകും. പണിയെടുക്കാതെ ഒരിക്കലും ഇത് വരുമാനം കിട്ടില്ല. മാറി നിന്നാലും എക്സ്ക്യൂസസ് പറഞ്ഞാലും കല്യാണത്തിനും ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇതിൽ വരുമാനം വരില്ല. ഒരു ജോലി കിട്ടിയാൽ എത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങളും കോടികളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആയിഷ മാഡം ഇതിൻ്റെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്ഥലവും വാങ്ങിച്ചു, അവിടെ 1 കോടിയുടെ വീടും വെച്ചു, ലക്ഷങ്ങൾ വരെയുള്ള 25 ലക്ഷം വരെയുള്ള കാറും വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡ് 1ാം ക്ലാസ് മാത്രമേ പഠിച്ചിരുന്നു പറഞ്ഞു. മനസ്സിലായി. ഇന്ന് ഡൽഹിയിലും ആസാമിലും കൽക്കത്തയിലൊക്കെ സെലിബ്രിറ്റി അവർ വിളിച്ചുകൊണ്ടിരിക്കുക. പണിയൊന്നും നടക്കണ്ട, ഇപ്പം ഇത് മാത്രമേ ചെയ്യുള്ളൂ. സെലിബ്രിറ്റി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി, മോഹൻലാലും ഐശ്വര്യ റായും ഇവരൊക്കെ പോകുന്ന പോലെ അവരിപ്പം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ സെലിബ്രിറ്റിയായി മാറാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സെലിബ്രിറ്റിയായി മാറണം. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പോയിട്ട് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ആഗ്രഹം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടെ ഞാൻ ഈ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളിതിനെ ചെറുതായിട്ട് കാണാതെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളിതിലേക്ക് വരിക, ഇങ്ങോട്ട് വരിക, നമ്മളോടൊപ്പം സംശയങ്ങൾ ചോദിക്കുക, സംസാരിക്കുക, നമ്മുടെ മെസ്സേജിന് കാത്തിരിക്കാതിരിക്കുക. എന്നാലും നമ്മൾ പാവം നിലച്ച് അങ്ങോട്ട് മെസ്സേജ് കൊണ്ടിരിക്കുമ്പോൾ അത് ശല്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഒരാളെ പിടിച്ച് ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടതാണ്. അവരുടെ സ്റ്റാറ്റസ് മൊത്തം സ്പ്രിംഗ് വേ എന്ന് പറഞ്ഞാൽ ഉടായ്പ പരിപാടിയാണ്. 150 രൂപ കൊടുത്താൽ മിഠായി വാങ്ങിക്കേണ്ട പൈസയുള്ള 150 രൂപയുടെ സാധനം മൊത്തം പ്രൊമോട്ട് ചെയ്തിരിക്കുക. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് കണ്ടിട്ട് അത് സമയമില്ല അവർക്ക് ചെയ്യാൻ. 150 രൂപ കൊടുത്ത് 2 വർഷമായി ജോയിൻ ചെയ്ത് എന്താ കിട്ടിയത്? 2 വർഷം കൊണ്ട് 2000 രൂപ കിട്ടി. 150 കൊടുത്തിട്ടെന്ന് പറയും. പക്ഷേ വാങ്ങിച്ചു കൊടുത്ത 500ഓളം ആൾക്കാർ 150 രൂപ എന്നിട്ടാണ് കിട്ടിയത് 2000 രൂപ.
ഇങ്ങനെയുള്ള മണി ചെയിനിൽ പോയി പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന, ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് വെസ്റ്റീജ്. വരുമാനം കിട്ടിയില്ല പോലും ആരോഗ്യം കിട്ടും. നിങ്ങൾക്ക് ആരെയും ബിസിനസ് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ബിസിനസ് നമുക്ക് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റും. ഫ്രീ പ്രോഡക്റ്റ് ലഭിക്കും. വീട്ടിലെ ചിലവ് ഫ്രീ ആയിട്ട് ആക്കാൻ സാധിക്കും. ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്നിനും മനസ്സിലാക്കാൻ ശ്രമിക്കും, പഠിക്കാൻ ശ്രമിക്കും. ഇനി ആർക്കും സംശയമുണ്ടോ? ഞാൻ എന്നെ കൊണ്ട് സംസാരിക്കാം. എത്ര സംസാരിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ എങ്ങനെ ഇട്ടാലും നേരെ വയ്ക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ ഇനി ചോദിച്ചു. അനിലേട്ട ഒറ്റ കാര്യം, ഇപ്പോഴും നിങ്ങൾ ആ പെർഫോമൻസ് ബോണസിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു ടീം സ്ട്രക്ചറാക്കാൻ നോക്കും കേട്ടോ. ഇപ്പം നമ്മൾ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റിലത്തെ മാസത്തെ വരുമാനം, രണ്ടാമത്തെ മാസത്തെ വരുമാനം, മൂന്നാമത്തെ വരുമാനം നോക്കി വിഷമിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ നമ്മളോട് ചൂടാവുകയൊക്കെ ചെയ്യും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന വ്യക്തികൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവും. ഈ പറഞ്ഞ ഷാവുൽ സാറൊക്കെ ഫസ്റ്റ് മാസം 13 രൂപ വാങ്ങിച്ചു, പിറ്റത്തെ മാസം 250 രൂപ വാങ്ങിച്ചു, പിറ്റേ മാസം 750 വാങ്ങിച്ചു, പിറ്റേ മാസം 1500. ഇപ്പോൾ എവിടെ എത്തുന്നു എനിക്കറിയില്ല. ഓക്കെ സാർ, താങ്ക് യു. ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നേടാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ, ഇപ്പോൾ ഇന്ന് കൊച്ചിയിൽ വന്ന ശ്രീനിവാസൻ സാറ്, ടാക്സി ഡ്രൈവറായ, ഏകദേശം 27 ലക്ഷം കടമുണ്ടായ വ്യക്തി. ഈ ബിസിനസ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സലീം സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാൻ പാടില്ല, മണി ചെയ്യാനാണ്, ഓൺലൈൻ ബിസിനസ് തട്ടിപ്പാണ്, ചെയ്യാൻ പാടില്ല, നീ ഓൾറെഡി കടം കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ്, വെറുതെ ഒരു കുരിശിനും കൂടെ പോയി ചെണ്ടാഞ്ഞ് ചെയ്യാൻ വിടാതെ, ഒരിക്കലും മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാൻ വിടാതെ ശ്രീനിവാസൻ സാറ് സലീം സാറിനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 6 മാസം കൊണ്ട് 39,000 രൂപ വരുമാനമായി കാണിച്ചു കൊടുത്ത സമയത്ത് ചങ്ങായിൻ്റെ കണ്ണ് തള്ളി. അന്ന് തന്നെ ചങ്ങായി പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്, എത്ര രൂപയുടെ പടച്ച വാങ്ങിക്കേണ്ടത്, 10,000-ൻ്റെ ആണോ? അപ്പോൾ സലീം സാർ പറഞ്ഞു, ഇനി നീ 10,000-ന് വാങ്ങിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അന്നാണെങ്കിൽ ഞാൻ 10,000-ന് സപ്പോർട്ട് ചെയ്യാൻ, നീ 1 ലക്ഷത്തിന് വാങ്ങിച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞ് 1 ലക്ഷം രൂപ വാങ്ങിക്കാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അയാൾ 17 ലക്ഷം കടമുള്ള വ്യക്തി വീണ്ടും 1 ലക്ഷം രൂപയുടെ പടച്ച് വാങ്ങിച്ചു. എന്ന് വെച്ചാൽ വെസ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ വരുമാനം 19 ലക്ഷം രൂപയാണ്. കൊണ്ടുവന്ന സലീം സാറിൻ്റെ വരുമാനം 15 ലക്ഷം രൂപ, 4 ലക്ഷം കൂടി മറ്റാളക്കാരെ. മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 10 എഴുതി, അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് 50 ലക്ഷം മന്ത്ലി പാക്കേജ്. 50 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റാണ്. അയാളെ പോയി നേരിട്ട് കണ്ട് അയാളെ അനുഗ്രഹം വാങ്ങിച്ച വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇവിടെ 10 ലക്ഷം എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അവർ പക്ഷേ നമ്മളെപ്പോലെയല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാത്രി 12 മണിക്ക് വരും, ഇല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് 12 മണിക്ക് വരും. അങ്ങനെ വീട്ടിൽ കയറും. നമ്മളെ ആൾക്കാരെന്താണ്, രാവിലെ സെഷൻ ഉണ്ടെങ്കിൽ ഷാജി സാർ ഇല്ലാത്ത സെഷനാണ്, ഇന്ന് കയറേണ്ട, കുഴപ്പമില്ല, അയാൾ കാണൂല. ഇന്ന് എന്തായാലും ഞാൻ കയറുന്നില്ല, കുറച്ച് ഉറങ്ങാം, ഇന്ന് ഷാജി സാർ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇന്ന് ഞാനുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ടീമിൽ ആരും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ, നമ്മൾ എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു മീറ്റിംഗ് മിസ്സാക്കുമ്പോൾ നിങ്ങളുടെ വരുമാനം കുറയും. സുഹൃത്തുക്കൾ, എന്നെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊന്നും ഒരാളെന്നല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് മിസ്സാക്കാതെ അത് പഠിക്കാൻ ശ്രമിക്കുക. ഇന്നലെ രാവിലെ 11 മണിക്ക് അഗ്രികൾച്ചറിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അഗ്രി പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ട്രെയിനിങ് കമ്പനിയുടെ മാനേജർ വന്നിട്ട് ട്രെയിൻ ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ടീമിൽ പുതുതായി ജോയിൻ ചെയ്ത ഒന്നും അറിയാതെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു ആളുണ്ടായിരുന്നു. കാരണം അവരെല്ലാം പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് അഗ്രികൾച്ചറിൽ ഞാനോട് കൃഷിയെ പഠിച്ച് ചോദിച്ചാൽ ഞാൻ ഇതന്നെ പറഞ്ഞു കൊടുക്കാം. അയാളുടെ നമ്പർ ഞാൻ കൊടുക്കും, അവിടെ ചോദിച്ചെന്ന് പറയും. ഞാൻ എല്ലാവരും നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സംശയം ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ പേര് നോട്ട് ചെയ്തു. കാരണം അത്രക്കും നല്ല ട്രെയിനിങ് ഞാൻ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഓൺലൈനിലൂടെ സൂം മീറ്റിങ്ങിലൂടെ നമുക്ക് തരുമോ ചോദിച്ചു. അദ്ദേഹം തരാൻ റെഡിയായി. ഞാൻ ഗ്രൂപ്പിലിട്ടു, തലേന്ന് വിട്ടു. പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഞാൻ അലാറം വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയച്ചു. കയറിയില്ല, പഠിക്കാൻ തയ്യാറല്ല, എക്സ്ക്യൂസസ് ആണ്. ഗോക്രോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം കേരളത്തിൽ ഈ 17 ലക്ഷം 19 ലക്ഷം വരുമാനം വായിക്കുന്ന 75 ലക്ഷം രൂപ വരുമാനം വായിക്കുന്ന ലീഡർ കൊച്ചിയിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ സ്വന്തം അവരെ കയ്യിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊച്ചിയിൽ റൂം എടുത്ത് താമസിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ടീം അല്ലെങ്കിൽ പോലും ശ്രീനിവാസിൻ്റെ ടീമല്ല നമ്മൾ, അദ്ദേഹത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒരു 10 പൈസ കിട്ടില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് മാറി വന്നിട്ട് 3 ദിവസം കൊച്ചിയിൽ വന്ന് താമസിച്ച് നമുക്ക് വേണ്ടി പ്ലാൻ പറയാൻ സമയത്ത് അളിയൻ്റെ കല്യാണമാണ് അടുത്ത മാസം, അതുകൊണ്ട് ഈ മാസം ഞാൻ ഒരു പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറഞ്ഞ് മാറിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൊച്ചിയിൽ പ്രോഗ്രാം വന്നിട്ട് നമ്മുടെ ടീമിൽ നിന്ന് ആകെ പോയത് ഒരാളാണ്. ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ബിസിനസ് വളരെ എങ്ങനെ പഠിക്കാനുള്ള കുറച്ച് മനസ്സ് കൊടുക്കുള്ളൂ.
150 രൂപയുടെ ടിക്കറ്റ് ആയാൽ പോലും 150 രൂപയ്ക്ക് ബിരിയാണി കഴിച്ചൂടെ? എന്തിനാ ക്ലാസ്സിന് പോകുന്ന പറഞ്ഞ ആൾക്കാർ? എത്ര ബിരിയാണി കഴിച്ചു നിങ്ങൾ? ഒരു നല്ല സെഷനൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. എന്നിട്ടും ഞാൻ വിഷ്ണു സാറിൻ്റെ കാല് പിടിച്ചിട്ടാണ് രാവിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചപ്പോൾ, രാത്രി ചോദിച്ചപ്പോൾ അവർ എത്തില്ല, അവർ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്ത് ട്രാവൽ ചെയ്ത് വീട്ടിലെത്താൻ സാധിക്കില്ല, അതുകൊണ്ട് 11 മണിക്ക് സമയത്ത് വേണമെങ്കിൽ ചെയ്തുതരാം എന്ന് പറഞ്ഞ് ആ സെഷൻ വാങ്ങിച്ചപ്പോൾ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരുപാട് ട്രെയിനിങ്സ് ഇനിയും വരുന്നുണ്ട്, അത് അങ്ങനെ കാണുന്ന സമയത്ത് ദയവ് ചെയ്ത് അറ്റൻഡ് ചെയ്യട്ടോ. ഞാൻ റെക്കോർഡ് സെഷൻ തരൂല, എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? എന്നൊരു കേസ് ഉണ്ടായിരുന്നു സാറേ, ഞാൻ അതാണ് ഞാൻ അല്ലായിരുന്നു ശരിക്കും നോക്കിയാണ്. നിങ്ങൾ അഗ്രികൾച്ചറിൽ ഇത്രയും ഫോക്കസ് ചെയ്യുന്ന വലിയൊരാളായിരുന്നു. നിങ്ങൾ ഉണ്ടാവുന്ന എനിക്കറിയാം, പക്ഷെ ഉണ്ടായില്ല. അപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കും, നോ പ്രോബ്ലം. ഞാൻ എൻ്റെ വിഷമം അങ്ങ് ഓപ്പണായി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കേസ് ഉണ്ട്, എനിക്ക് കോടതി ആയതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, ഈ അഗ്രികൾച്ചറിൻ്റെയും എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് നോളജ് ഇല്ലെങ്കിൽ പല ആൾക്കാർ പല അഭിപ്രായം പറയാം. ഓരോ ആൾക്കാർ തെങ്ങിന് എന്ത് വയ്ക്കുന്നു, ഒരാൾ ചോദിച്ചാൽ ആൾ വേറെ പറയും, ഒരാൾ ചോദിച്ചാൽ ആ പ്രോഡക്റ്റ് ഇല്ലാത്തുണ്ടല്ലോ, അങ്ങനെ പലതും തോന്നിയ പോലെ പറയും. അപ്പോൾ നമ്മൾക്കൊരു അറിവുണ്ടാവണം. നമ്മളെ സ്വയം അറിവിൽ നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും നല്ലത്. മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ ട്രെയിനിങ്സ് ചോദിച്ച് വാങ്ങിച്ചത്. അപ്പോൾ ആ സെന്തിൽ കുമാർ എന്ന തമിഴ് സ്വദേശിയാണ്, അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാ മാസവും അദ്ദേഹം വിഷമമൊന്നുമില്ല, സാർ പറഞ്ഞതുകൊണ്ട് വിഷമല്ല, പക്ഷെ എനിക്കത് ജോയിൻ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഇനി വേറെ മീറ്റിംഗ്. എന്നാലും ഞാൻ ഒരാളും രണ്ടാളും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ആരും ഇല്ലാണ്ടും ഭയങ്കര വിഷമമായി പോയി. ആരും ഇല്ലാണ്, കുറച്ച് 3-4 പുതിയ ആൾക്കാർ മാത്രം. ഞാൻ നോ പ്രോബ്ലം, അത് പരാതിയൊന്നുമില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് രാവിലത്തെ മോർണിംഗ് CP നോക്കുമ്പോൾ ആരുമില്ല, നമ്മുടെ ടീമിൽ ഒരാളുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷാജി സാർ ഇന്നില്ലല്ലോ, എന്തായാലും 4 മണിക്ക് എന്തായാലും അയാൾ എന്നിട്ട് ഇത് അറ്റൻഡ് ചെയ്യില്ല, അയാൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരാളുമില്ല. എന്നിട്ട് ഞാൻ കുറേ ആൾക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് കയറാൻ പറ്റി. ഞാൻ ഇന്ന് അറിയില്ല കേട്ടോ, ആക്ച്വലി ഞാൻ അറിയാണ്ട് ലിങ്ക് ഓപ്പൺ ആക്കിയപ്പോൾ മുകുന്ദേട്ടനും ഫാത്തിമ PVയും സനൂപ 3 പേര് ഈ ലിങ്കിൽ കയറി ഞാനാണെങ്കിൽ മെഡിറ്റേഷൻ ഓപ്പൺ ആക്കി പോയി. പിന്നെ എന്തെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അഥവാ മെഡിറ്റേഷൻ കഴിയുന്നവരെ ലാപ്ടോപ്പിൽ കണ്ടു, മൊബൈലിൽ ആ സെഷൻ അറ്റൻഡ് ചെയ്തു. മെഡിറ്റേഷൻ കഴിഞ്ഞപാട് ഈ മുകുന്ദേട്ടനും ഫാത്തിമ PVക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു, മറ്റേ സെഷനിൽ കയറാൻ വേണ്ടി. ഓക്കെ, എനിവേ അത് ഞാൻ കഥ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സമയം 1.5 മണിക്കൂറായി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി എന്തെങ്കിലുണ്ടോ? ഇല്ല, ക്ലോസ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ടെൻഷനോ കാര്യങ്ങളോ ആരെങ്കിലും നെഗറ്റീവ് ആക്കുന്നുണ്ടോ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ്. ഓക്കെ സുഷിത. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുള്ളവര് നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലയൻസിനോട് ചോദിക്കുക. പിന്നെ നമുക്ക് നേരിട്ട് ഷാജി സാറിനോട് ചോദിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക, പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇപ്പോൾ അഗ്രി ട്രെയിനിങ് ഞങ്ങളെല്ലാം മിസ് ചെയ്തതിന് ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ ഞാൻ സാറിനോട് സോറി പറയാണ്. ഞാനും പേഴ്സണലി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യും. നമ്മളെല്ലാം സാറിനോടൊപ്പം ഉണ്ട്. കാരണം സാറ് മാത്രം അങ്ങനെ വരുമാനം വാങ്ങിച്ചിട്ട് പോയാൽ ശരിയാവില്ലല്ലോ, ഞങ്ങൾക്കും വരുമാനം വേണ്ടേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ഞങ്ങൾക്കും പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് അറിയണം, പഠിക്കണം, ബിസിനസ് നന്നായിട്ട് ചെയ്യണം. അപ്പോ എല്ലാവർക്കും ഒരു നല്ല വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു സോ മച്ച് സർ.